പടക്കളം അധ്യായം 26. തന്റെ തോളിലിരുന്ന ഗോപിനാഥിന്റെ കൈ തട്ടിക്കളഞ്ഞിട്ട് വിനയ ശബ്ദമുയർത്തി, കടക്കട പുറത്ത്. ഗോപിനാഥ് ഉച്ചത്തിൽ ചിരിച്ചു. വെറുതെ അലറണ്ട പെണ്ണെ. ഗോപിനാഥ് ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് കയറിയതെങ്കിൽ അത് സാധിക്കാതെ പുറത്തേക്ക് പോകാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആദ്യ മൂഴമാണ് എനിക്ക്. കുറച്ചു കഴിഞ്ഞ് വാവച്ചൻ വരും. പിന്നെ ഹരിലാൽ. താലി കെട്ടിയവനാണ് നിന്നെ ഒടുവിൽ പ്രേമിക്കാനുള്ള യോഗം. ഒരു വിടലച്ചിരിയോടെ അവൻ തുടർന്നു. ഞങ്ങളിൽ ആരുടെ കുഞ്ഞാണ് നിന്റെ വയറ്റിൽ വളരുന്നതെന്ന് ഒന്ന് പരിശോധിക്കുകയാണ് ഞങ്ങൾ ഓരോരുത്തരും. പറഞ്ഞു നിർത്തിയതോടെ അവൻ അവളെ ചുറ്റിപ്പിടിച്ചു. എന്നാൽ അവൾ കുതറി മാറിയിട്ട് കൈനീട്ടി അവന്റെ കരണത്തൊന്ന് കൊടുത്തു. പട്ടി. കൊള്ളാം. അടിയേറ്റ കവിളിൽ അവൻ പതിയെ തടവി. നീ മിടുക്കി തന്നെയാണ്. അതുകൊണ്ടാ നിന്നോട് ഇപ്പോഴും ഞങ്ങൾക്ക് പ്രേമം. അവൻ മുന്നോട്ടെടുത്തു. അവൾ പിന്നോട്ട് നീങ്ങി മേശയിൽ തട്ടി നിന്നു. അവനിൽ നിന്ന് ദൃഷ്ടികൾ പിൻവലിക്കാതെ അവൾ കൈനീട്ടി മേശയിൽ പരതി. എന്തോ തടഞ്ഞു. ഒരു പേപ്പർ വെയിറ്റ്. വിനയ അതെടുത്ത് അവന് നേരെ ഓങ്ങി. അടുത്ത് വരരുത്. പക്ഷേ അവളുടെ മുന്നറിയിപ്പ് ഗോപിനാഥ് പുച്ഛിച്ചു തള്ളി. നീ എന്താണെന്ന് വെച്ചാലൊന്ന് ചെയ്തേടി, ഞാനൊന്ന് കാണട്ടെ. പിന്നെയും അവൻ മുന്നോട്ട് നീങ്ങിയതും വിനയ കയ്യിലിരുന്ന പേപ്പർ വെയിറ്റ് ആഞ്ഞെറിഞ്ഞതും ഒന്നിച്ചായിരുന്നു. തെന്നി മാറുവാനുള്ള അവസരം കിട്ടിയില്ല ഗോപിനാഥിന്. ആഹാ! അവൻ അലർച്ചയോടെ നെറ്റിയിൽ കൈ അമർത്തി. കൈവിരലുകൾക്കിടയിലൂടെ ചോര ഒലിച്ചിറങ്ങി. ഗോപിനാഥ്, ഗോപിനാഥ്, വാതിൽ തുറക്കട. വാവച്ചനും ഹരിലാലും വാതിലിൽ തട്ടി വിളിക്കുന്നു. ഇടറുന്ന കാലുകളോടെ ഗോപിനാഥ് വാതിൽക്കലെത്തി വല്ലവിധേനയും കൊളുത്തെടുത്തു. ഹരിലാൽ വാതിൽ തള്ളിത്തുറന്നു. മുന്നിൽ നിൽക്കുന്ന ഗോപിനാഥിന്റെ രൂപം കണ്ട് അവനും വാവച്ചനും കിടുങ്ങി. എടാ, അവള് എന്നെ. ഗോപിനാഥ് ചോര പുരണ്ട കൈ വിനയയ്ക്ക് നേരെ ചൂണ്ടി. വിനയ പേടിച്ചരണ്ട മാൻപേടയെ പോലെ ഒതുങ്ങിക്കൂടി നിന്നു. ആ പട്ടിച്ചയെ വിടരുത്, ഗോപിനാഥ് പറഞ്ഞപ്പോൾ ഹരിലാലും വാവച്ചനും മുന്നോട്ട് കുതിച്ചു. ഞൊടിയിടയിൽ അവളെ പിടികൂടി. ഹരിലാൽ അവളുടെ ഇരു കവിളുകളിലും മാറി മാറി അടിച്ചു. നിന്നെ ഞാൻ നിന്റെ ആങ്ങളയുടെ ഭീഷണിക്ക് വഴങ്ങി കല്യാണം കഴിച്ചത് ഇതിനൊക്കെ തന്നെ ആടി. എന്റെ പട്ടമഹിഷിയായി ഇവിടെ വാഴിക്കാനല്ല. എന്റെ ഇനിയുള്ള വളർച്ചയ്ക്ക് നിന്നെ വേണം. മാംസം കൊതിക്കുന്ന നായ്ക്കൾക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ, അവർക്ക് കടിച്ചു കുടയുവാൻ. വിനയയ്ക്ക് നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല. അവരിരുവരും ചേർന്ന് അവളെ വലിച്ചു കിടക്കയിലേക്കിട്ടു. അന്ന് നിന്റെ വീട്ടിൽ നടന്നത് ഒന്നുകൂടി ആവർത്തിക്കാൻ പോവാടി ഞങ്ങൾ. നീ ഒന്നെതിർത്തേ, കാണട്ടെ. വിനയ പിടഞ്ഞെണീക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. ചോരയൊലിക്കുന്ന മുഖത്തോടെ ഗോപിനാഥും അങ്ങോട്ട് വന്നു. വാവച്ച, പുറത്തേക്കുള്ള വാതിൽ അടച്ചിട്ടില്ല. പോയി അടച്ചിട്ട് വാ, കിതപ്പിനിടയിൽ ഹരിലാൽ ഓർമ്മിപ്പിച്ചു. അവൻ പുറത്തേക്ക് പോയി. ഹരിലാലും ഗോപിനാഥും വിനയുമായി മൽപ്പിടുത്തം തുടങ്ങി. പെട്ടെന്ന് പുറത്ത് ഒരു നിലവിളി കേട്ടു. വാവച്ചന്റെ ശബ്ദം. ഗോപിനാഥും ഹരിലാലും ഞെട്ടിത്തിരിഞ്ഞപ്പോഴേക്കും ഒരു ചാക്കുകെട്ട് പോലെ വാവച്ചൻ മുറിക്ക് നടുവിൽ വന്നു വീണു. കാര്യം മനസ്സിലായില്ലെങ്കിലും അവർ ഇരുവരും അപകടം തിരിച്ചറിഞ്ഞ് വിനയയെ വിട്ട് ചാടി എഴുന്നേറ്റു. അപ്പോൾ യാതൊരു ധൃതിയുമില്ലാതെ ഒരു മനുഷ്യൻ വാതിൽക്കലേക്ക് വന്നു. രമേശ് ചന്ദ്രൻ സാർ. അവരുടെ ചുണ്ടുകൾ പിറുപിറുത്തു. അതേടാ. അയാൾ ചിരിച്ചു. ഈ നേരത്ത് എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേടാ? പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അയാൾ വിനയെ നോക്കി. നിന്റെ ഭർത്താവായവൻ വളരെ മാന്യനാണ് അല്ലേ? അവൾ തേങ്ങിക്കരഞ്ഞു. ഒരിക്കൽ ഇത്തരം ഒരു പ്രവൃത്തിക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നവനാണ് ഞാൻ. എന്നാൽ ഇനി വയ്യ. കൊച്ചു മുറിക്ക് പുറത്തേക്ക് ഒന്നിറങ്ങി നിന്നേ. ഞങ്ങൾക്ക് ശകലം വർത്തമാനം പറയാനുണ്ട്. വിനയ വേഗം പുറത്തിറങ്ങി. അവൾക്ക് ഇപ്പോഴും അമ്പരപ്പ് വിട്ടുമാറിയിരുന്നില്ല. തന്നെയും കുടുംബത്തെയും ഇഞ്ചിഞ്ചായി ദ്രോഹിച്ചവനായിരുന്നു രമേശ് ചന്ദ്രൻ സാറ്. ഇല്ലാത്ത കഥയുണ്ടാക്കി തന്നെ വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അറപ്പുളവാക്കുന്ന വാക്കുകൾ കൊണ്ട് അഭിഷേകം ചെയ്തു. ആ രമേശ് ചന്ദ്രൻ സാറിപ്പോൾ. അപ്പോൾ രമേശ് ചന്ദ്രൻ അകത്തേക്ക് കയറി വാതിലടച്ചു. എന്താ നിങ്ങളുടെ ഉദ്ദേശ്യം? എന്റെ ഭാര്യയാ അവള്. എന്റെ ഇഷ്ടം പോലെ ചെയ്യും ഞാൻ. ഹരിലാൽ ചീറി. ഭാ റാസ്കൽ, അതങ്ങ് കോത്താഴ്ത്ത് പറഞ്ഞാൽ മതിയടാ. കല്യാണം കഴിച്ച പെണ്ണിനെ കൂട്ടിക്കൊടുക്കുന്നവന് കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയാമോടാ? രമേശ് ചന്ദ്രൻ ആക്രമണം തുടങ്ങി. പോലീസ് ഉദ്യോഗസ്ഥന്റെ നല്ല സ്റ്റൈലൻ ഇടി. 3 പേരുണ്ടായിരുന്നിട്ടും അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. നേരത്തെ തലയ്ക്ക് വിനയിൽ നിന്ന് ഏറുകൊണ്ട ഗോപിനാഥ് ആദ്യം തന്നെ വീണു. വാവച്ചനെയും ഹരിലാലിനെയും കൂട്ടിപ്പിടിച്ച് ഇടതുകാൽ കൊണ്ടും വലതുകാൽ കൊണ്ടും അടിവയറ്റിൽ ഓരോന്ന് കൊടുക്കുക കൂടി ചെയ്തപ്പോൾ അവരും വീണു. രമേശ് ചന്ദ്രൻ ഒരു സിഗരറ്റ് കൂടി കത്തിച്ചു. ചെയ്തുപോയ തെറ്റുകൾ തിരുത്തുകയാടാ ഞാൻ. ഇനി ആ പെൺകുട്ടിയെ ഒരുത്തനെങ്കിലും ഉപദ്രവിച്ചാൽ ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താടാ ഇവിടെ കാര്യം? രമേശ് ചന്ദ്രൻ വാവച്ചനെയും ഗോപിനാഥിനെയും പിടിച്ചുയർത്തി. പോയിനടാ. ഒരു മറുപടി പോലും പറയാതെ അവർ പോയി. പുറത്ത് ബൈക്കുകൾ സ്റ്റാർട്ടാകുന്ന ശബ്ദം.
രമേശ് ചന്ദ്രൻ ഹരിലാലിന്റെ താടിക്ക് പിടിച്ചുയർത്തി. നോക്ക്, ഇപ്പോൾ നിന്റെ ഭാര്യയാണവൾ. അത് മറന്നു പ്രവർത്തിച്ചാൽ പിന്നെ നീ രണ്ടുകാലിൽ നടക്കത്തില്ല. ഇനി അവൾക്ക് എന്തു സംഭവിച്ചാലും അതിന് ഉത്തരവാദി നീ മാത്രമാണ്. മറക്കണ്ട. ഹരിലാൽ തലകുനിച്ചു. രമേശ് ചന്ദ്രൻ വാതിൽ കടന്ന് പുറത്തെത്തുമ്പോൾ ഭിത്തിയോട് ചേർന്ന് നിന്ന് തേങ്ങുകയായിരുന്നു വിനയ. ഒരുപാട് കരഞ്ഞിട്ടുള്ളതല്ലേ കുട്ടി നീ, ഇനി കരയണ്ട. ഇതുപോലെ ഒരു സംഭവം ആവർത്തിക്കപ്പെടില്ല. യദുരാമൻ രാത്രിയാകുന്നതുവരെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. നിന്നെ നോക്കിക്കൊള്ളാമെന്ന് ഞാൻ അവന് വാക്കുകൊടുത്തു. പിന്നെ അവൻ പോലീസിന് കീഴടങ്ങി. അതുകൊണ്ട് ഞാൻ സന്ധ്യ മുതലേ ഈ പരിസരത്തുണ്ടായിരുന്നു. പിന്നെ നേരത്തെ ഞാൻ കണ്ണിൽ ചോരയില്ലാതെ പെരുമാറിയിട്ടുണ്ട്. അതിനിപ്പോൾ പ്രായശ്ചിത്തം ചെയ്യുകയാണെന്ന് കരുതിക്കോളൂ. ഇനി നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഉടൻ എന്നെ വിവരം അറിയിക്കണം. ഇതാ. അയാൾ കടലാസിൽ എഴുതിയ തന്റെ മൊബൈൽ നമ്പർ അവൾക്ക് നൽകി. ഇനി വാതിലടച്ചോളൂ. അയാൾ മുറ്റത്തേക്കിറങ്ങി. യാന്ത്രികമായി വിനയ ചെന്ന് വാതിലടയ്ക്കുമ്പോൾ ഫോൺ ശബ്ദിക്കാൻ തുടങ്ങി. വിനയ എടുത്തില്ല. ഹരിലാലും. ഫോൺ ബെല്ലടിച്ചു നിന്നു. അപ്പോൾ നെറ്റി ചൊളിച്ചുകൊണ്ട് മറുതലയ്ക്കൽ ഫോൺ വയ്ക്കുകയായിരുന്നു പാർട്ടി ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷൻ. വാവച്ചനും ഗോപിനാഥും അവിടെ കാണുമെന്ന് പറഞ്ഞിരുന്നതാണല്ലോ. ഇന്ന് രാത്രി തന്നെ അവരെ കൊണ്ട് ചില ആവശ്യങ്ങളുണ്ടായിരുന്നു. മെമ്പർ ശിവരാമന്റെ ജീവന് പകരം ജീവനെടുക്കണം. അല്ലെങ്കിൽ മണപ്പള്ളിയിൽ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാവില്ല. യദുരാമനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. രാത്രിയുടെ നിമിഷങ്ങൾ പിടഞ്ഞു വീണുകൊണ്ടിരുന്നു. പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരുന്ന പ്രേമചന്ദ്രൻ ഇപ്പോൾ ഒന്ന് മയങ്ങിയിരിക്കുന്നു. തറയിലിരുന്ന് കട്ടിലിലേക്ക് തലചായ്ച്ച നിലയിലായിരുന്നു അമൃത. അവരുടെ മടിയിലേക്ക് കിടന്ന് ഉറങ്ങുകയാണ് നിത്യമോൾ. കൂട്ടിലടച്ച വെരുകിനെ പോലെ അപ്പുറത്തെ മുറിയിൽ അങ്ങിങ്ങ് നടക്കുകയാണ് ഋഷി. ശിവരാമന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ എന്ന സംശയമുണ്ട് അവന്. കഴിഞ്ഞ രാത്രിയിലും ഉറങ്ങിയതല്ല. പതിയെ അവനും പായിലേക്ക് ചാഞ്ഞു. എപ്പോഴോ കണ്ണടച്ചു. മോനെ ഋഷി. അമൃതയുടെ പരിഭ്രമം നിറഞ്ഞ ശബ്ദം കേട്ടാണ് അവൻ ഞെട്ടി ഉണർന്നത്. എന്താ മമ്മി? അവൻ ചാടി എഴുന്നേറ്റു. പപ്പയെ കാണുന്നില്ല മോനെ. അവൻ പുറത്തേക്കൊന്ന് പാളി നോക്കി. നേരം നല്ലതുപോലെ പുലർന്നിരിക്കുന്നു. മമ്മി എല്ലായിടത്തും നോക്കിയോ? നോക്കി, ഒരിടത്തുമില്ല. വീടും പരിസരവും മുഴുവൻ ഋഷിയും നോക്കി. എന്നാലും ഞാൻ കട്ടിലിനടുത്തേക്കൊന്ന് മാറിയില്ലല്ലോ. നിലവിളിക്കുകയാണ് അമൃത. പപ്പ എവിടെ പോയതാ മമ്മി? നിത്യമോൾ ചോദിച്ചു. എന്റെ ദൈവമേ, എനിക്കറിയത്തില്ല മോളെ. വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുന്ന പ്ലാവിലിരുന്ന് കാക്കകൾ കരഞ്ഞു. അത് കേട്ട് പിന്നെയും കാക്കകൾ അങ്ങോട്ട് പറന്നു വന്നു. അവയുടെ കൂട്ടക്കരച്ചിൽ. ഋഷി അങ്ങോട്ട് നോക്കി. നൂറുകണക്കിന് കാക്കകൾ. അകലെ നിന്ന് പിന്നെയും കാക്കകൾ വന്നുകൊണ്ടിരുന്നു. അവന്റെ നെറ്റി ചൊളിഞ്ഞു. ഋഷി പ്ലാവിൻ ചുവട്ടിലേക്ക് ചെന്നു. ഒന്നേ നോക്കിയുള്ളൂ. പപ്പ! ദിഗന്ധം പിളരുന്ന നിലവിളി. അയൽ വീട്ടുകാരും അമൃതയുമെല്ലാം അത് കേട്ടു. നിത്യമോളെ ശ്രദ്ധിക്കാതെ അമൃത ഓടി വന്നു. കുട്ടി പിന്നാലെയും. മുന്നിലെ കാഴ്ച. പ്രേമേട്ട! നിലവിളി പൂർത്തിയാക്കും മുമ്പ് അമൃത അവിടെ തന്നെ വീണു. നിത്യമോളും അലമുറയിട്ടു കരഞ്ഞു. അവൾ മമ്മിയെ കുലുക്കി വിളിക്കുകയും പപ്പയെ പേടിയോടെ നോക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. തങ്കമണിയും ലിസമ്മയും അലക്സാണ്ടറുമൊക്കെ അങ്ങോട്ടോടി വന്നു. തറയിൽ വെട്ടി അരിഞ്ഞിട്ടിരിക്കുന്ന പ്രേമചന്ദ്രന്റെ ശരീരം. സങ്കടത്തോടെ അവർ അമൃതയെയും മക്കളെയും നോക്കി. എന്നാൽ അധിക നേരം അവിടെ നിൽക്കുവാനോ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ ഉള്ള ധൈര്യമില്ലാതെ പിൻവാങ്ങി. മണപ്പള്ളിയിലെ രാഷ്ട്രീയക്കാർ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് പ്രേമചന്ദ്രന്റെ അയൽക്കാർക്ക്. ആരെങ്കിലും ആ വീട്ടിൽ പോകുകയോ സഹായിക്കുകയോ ചെയ്താൽ പ്രേമചന്ദ്രന്റെ വീട്ടിൽ നടന്നത് അവരുടെ വീട്ടിൽ ആവർത്തിക്കപ്പെടും. പാർട്ടി ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷനാണ് ഈ വിലക്ക് പ്രഖ്യാപിച്ചത്. വാർത്ത കേട്ടറിഞ്ഞവർ തൊട്ടടുത്ത പുരയിടങ്ങളിൽ തിങ്ങിക്കൂടി. ബോധം വീണ്ടു കിട്ടിയ അമൃത മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ മണ്ണിൽ കിടന്ന് ഉരുണ്ടു. ആരാ പ്രേമേട്ട അങ്ങയോടിങ്ങനെ ചെയ്തത്? ഋഷി അമൃതയുടെയും നിത്യയുടെയും അടുത്തെത്തി. മമ്മി, നിത്യമോളെ വാ. മോനെ, നിങ്ങളുടെ പപ്പ. അമൃത നെഞ്ചത്തടിച്ച് കരഞ്ഞു. ഇനി നമ്മളെന്തിനാ ജീവിക്കുന്നത്? നമുക്കും എന്തേലും വിഷം വാങ്ങിച്ചു തിന്നാം. വേണ്ട. പെട്ടെന്നായിരുന്നു അവന്റെ മറുപടി. അമൃത അവനെ തുറച്ചു നോക്കി. ഒരു കൊലപാതകം കൊണ്ട് ഒന്ന് പരിഹരിക്കപ്പെടുന്നില്ല മമ്മി. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പരിഹരിക്കപ്പെടാനുണ്ട്. അതൊക്കെ തീർക്കാതെ മരിച്ചാൽ ഈശ്വരന്മാർ പോലും പൊറുക്കുകയില്ല. അവന്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. ഋഷി മമ്മിയെ പിടിച്ചെണീപ്പിച്ചു. അല്പം ബലമായി തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. നിത്യമോളും ഒപ്പം ചെന്നു. മുറിയിൽ മമ്മിയെ കയറ്റിയിരുത്തിയിട്ട് അവൻ പറഞ്ഞു, നമ്മളോട് സഹതപിക്കാൻ പോലും ഇവിടെ ആരുമില്ല. അതുകൊണ്ട് ബഹളമുണ്ടാക്കി മമ്മി എന്നെ തകർക്കരുത്. പോലീസിൽ അറിയിക്കുകയും മറ്റും വേണം. ഞാൻ അതിനായുള്ള മാർഗം നോക്കട്ടെ. മകന്റെ മുഖത്തേക്ക് നോക്കിയ അമൃതയ്ക്ക് ഭീതി തോന്നി. കല്ലിച്ച ഭാവം. കണ്ണുകളിൽ 2 സർപ്പക്കുഞ്ഞുങ്ങൾ പുളയും പോലെ. മണപ്പള്ളിക്കാർ അങ്ങോട്ട് പ്രവഹിക്കുകയായിരുന്നു.
പോലീസ് വന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. നാട്ടുകാരിൽ ചിലരെയും പ്രേമചന്ദ്രന്റെ ഭാര്യയെയും മക്കളെയും ചോദ്യം ചെയ്തെന്ന് വരുത്തി തീർത്തിട്ട് ശവം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുമ്പോൾ ASI സത്യപാലൻ ഋഷിയെയും വാനിൽ കയറ്റി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി പുറത്തിറക്കണം. ഒരു അറ്റൻഡർ വന്ന് സ്പിരിറ്റും പഞ്ഞിയും തുണിയും പെട്ടിയും മറ്റും വാങ്ങിക്കൊണ്ടുവരുവാൻ അവനോട് പറഞ്ഞു. വേഗം വേണം, അല്ലെങ്കിൽ ഇന്നിനി പോസ്റ്റ്മോർട്ടം നടക്കത്തില്ല. അറ്റൻഡറുടെ താക്കീത്. എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അവന്റെ ശബ്ദം ചിലമ്പിച്ചിരുന്നു. മെമ്പർ ശിവരാമനെ കൊല്ലാൻ നേരത്ത് ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് നിന്റെ ചേട്ടൻ എന്താടാ ഓർക്കാതിരുന്നത്? മക്കളെ ഓരോന്നിനു പുറത്തു വിടുമ്പോൾ നിന്റെ തന്ത എന്താടാ അങ്ങനെ ചിന്തിക്കാതിരുന്നത്? ദരിദ്രവാസി. ഋഷിയുടെ മുഖം മുറുകി. എന്റെ പപ്പയെപ്പറ്റി അങ്ങനെ പറയരുത്. ആഹാ, പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമടാ? നിന്റെ തന്ത ഒരു പട്ടിയായിരുന്നു, ദരിദ്രവാസിയായിരുന്നു. അറ്റൻഡർ പല്ലിളിച്ചു. ഋഷിയുടെ സംയമനം പാടെ പോയി. അവൻ മുന്നോട്ട് പാഞ്ഞു ചെന്നതും 2 കൈയും കൂട്ടിപ്പിടിച്ച് അയാളുടെ നെഞ്ചത്ത് ആഞ്ഞിടിച്ചതും ഒന്നിച്ചായിരുന്നു. ഈ ചെറുക്കന് ഭ്രാന്താണേ! അറ്റൻഡർ നിലവിളിച്ചു. അപ്പോഴേക്കും അവൻ അയാളുടെ കുറെ തലമുടിയും വലിച്ചു പറിച്ചു. അധ്യായം 27. അറ്റൻഡറുടെ നിലവിളി കേട്ട് മറ്റ് ആശുപത്രി ജീവനക്കാർ അങ്ങോട്ടോടി വന്നു. പോലീസുകാരും എല്ലാവരും ചേർന്ന് ബലമായാണ് ഋഷിയെ പിടിച്ചു മാറ്റിയത്. അറ്റൻഡറുടെ നെഞ്ചും മുഖവുമൊക്കെ മാന്തി പറിച്ചിരുന്നു അവൻ. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ മറ്റൊന്നും ഓർക്കുകയില്ലടാ ഞങ്ങൾ. പോലീസുകാരുടെ താക്കീത്. അതവൻ ശ്രദ്ധിച്ചില്ല. കണ്ണുകൾ അപ്പോഴും അറ്റൻഡറിലായിരുന്നു. ഇനി എന്റെ പപ്പയെപ്പറ്റി അങ്ങനെ പറഞ്ഞാൽ കൊല്ലും തന്നെ ഞാൻ. അറ്റൻഡർ ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അമ്പരപ്പോടെ അവനെ നോക്കി. ഇത്തിരി പോന്ന ചെക്കൻ, പക്ഷേ അവൻ തന്നെ കൊന്നേനെ. എന്താ ഇവിടെ പ്രശ്നം? ഒരാൾ അങ്ങോട്ട് വന്നു. പോലീസുകാർ പെട്ടെന്ന് ഋഷിയെ വിട്ടു. സാർ, ഇവൻ ഈ അറ്റൻഡറെ. ഋഷി തിരിഞ്ഞു നോക്കി. SI രമേശ് ചന്ദ്രൻ. നേരാണോ ഋഷി ഇവർ പറയുന്നത്? അതെ സാറേ, പക്ഷേ ഈ അറ്റൻഡർ അവൻ ഉണ്ടായതെല്ലാം പറഞ്ഞു. രമേശ് ചന്ദ്രൻ അറ്റൻഡറുടെ നേർക്ക് തിരിഞ്ഞു. ഒരു കുട്ടിയോട് ഇങ്ങനെയൊക്കെയാണോടോ സംസാരിക്കുന്നത്? അയാൾ തലകുനിച്ചു. വാ ഋഷി, നമുക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങാം. അവന്റെ തോളിൽ പിടിച്ചുകൊണ്ട് രമേശ് ചന്ദ്രൻ നടന്നു പോയപ്പോൾ പോലീസുകാർ അത്ഭുതത്തോടെ മുഖാമുഖം നോക്കി. ഈ രമേശ് ചന്ദ്രൻ സാറിന് എന്തു പറ്റി? സസ്പെൻഷനോടെ ആളാകെ മാറിയല്ലോ. ശവപ്പെട്ടിക്കടയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ ഋഷി ഓർത്തു. ഇത് വേട്ടനും വിനയേച്ചിയും വിവരമറിഞ്ഞിട്ടുണ്ടാവുമോ? ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവർ വാങ്ങി. സൂര്യൻ പടിഞ്ഞാറേക്ക് ചായാറായി. അപ്പോഴാണ് പ്രേമചന്ദ്രന്റെ ശരീരം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആംബുലൻസിലേക്ക് കയറ്റിയത്. രമേശ് ചന്ദ്രൻ ഋഷിയെയും വിളിച്ചുകൊണ്ട് ഒപ്പം കയറി. വെള്ള തുണിയിൽ പൊതിഞ്ഞ് മൂക്കിൽ പഞ്ഞിയും വെച്ച് പപ്പ. അവന് ആ മുഖത്തേക്ക് നോക്കാനേ കഴിഞ്ഞില്ല. വാൻ മണപ്പള്ളി പിന്നിട്ടു. വീടിനടുത്തെത്തിയപ്പോൾ റോഡിലും അയൽ വീടുകളുടെ മുറ്റത്തുമൊക്കെ ധാരാളം ആളുകളെ കണ്ടു. അക്കൂട്ടത്തിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷനും വാവച്ചനും ഗോപിനാഥും ഉണ്ടായിരുന്നു. വാൻ മുറ്റത്തേക്ക് കയറി. ശവം ഇറക്കി വയ്ക്കുവാൻ അവിടെ പന്തലോ സഹായിക്കാൻ ആളുകളോ ഉണ്ടായിരുന്നില്ല. രമേശ് ചന്ദ്രന്റെ നെറ്റി ചുളിഞ്ഞു. ആരും അങ്ങോട്ട് വരാതിരിക്കുവാൻ പങ്കജാക്ഷനും മറ്റും അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് അയാൾക്ക് തോന്നി. വാൻ നിന്നതോടെ അമൃതയും നിത്യമോളും നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു. പ്രേമേട്ടാ, എന്റെ പ്രേമേട്ടൻ എന്തിയെ? അവർ ഡോർ വലിച്ചു തുറക്കാൻ ഭാവിച്ചു. വാനിൽ നിന്നിറങ്ങിയ രമേശ് ചന്ദ്രനും ഋഷിയും ഡോർ തുറന്നു കൊടുത്തു. ഋഷി അമൃതയെ പിടിച്ചു മാറ്റി. പപ്പയെ കാണാം മമ്മി. അവനും കരയാൻ തുടങ്ങി. അറ്റൻഡർമാർ സ്ട്രെച്ചറിൽ ശവം ഇറക്കി. എവിടാ സാറേ വെക്കേണ്ടത്? ഋഷി പെട്ടെന്ന് അകത്തേക്കോടി ഒരു പായ് എടുത്തുകൊണ്ടുവന്ന് മുറ്റത്ത് വിരിച്ചു. മൃതദേഹം അതിൽ കിടത്തി. പ്രേമേട്ടാ, പപ്പാ. അമൃതയും നിത്യമോളും ആ ശരീരത്തിലേക്ക് വീണ് അലറിക്കരഞ്ഞു. അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ സ്ത്രീകൾ പോലും അങ്ങോട്ട് വന്നില്ല. തങ്കമണിക്കും ലിസിയമ്മയ്ക്കുമൊക്കെ അതിന് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും പടിക്കൽ പങ്കജാക്ഷനും മറ്റും നിൽക്കുന്നതിനാൽ ഭർത്താക്കന്മാർ അവരെ തടഞ്ഞു. അകത്തുപോയി ഒരു നിലവിളക്കെടുത്ത് എണ്ണയും തിരിയുമിട്ട് ഋഷി പപ്പയുടെ തലയ്ക്കൽ കത്തിച്ചു വെച്ചു. എന്തു വന്നാലും തളരരുത് ഋഷി, രമേശ് ചന്ദ്രൻ അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഋഷി പുറം കൈകൊണ്ട് കണ്ണീർ തുടച്ചു. അപ്പോഴാണ് രമേശ് ചന്ദ്രന്റെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നത്. പ്രേമചന്ദ്രന്റെ ബോഡി എന്തു ചെയ്യും? അടക്കം ചെയ്യാനോ ദഹിപ്പിക്കാനോ ഉള്ള യാതൊരു നടപടിയും തുടങ്ങിയിട്ടില്ല. നേരം അധികം കഴിയും മുമ്പ് ഇരുട്ടും. അയാൾ റോഡിലേക്ക് ചെന്നു. കാക്കി പോയപ്പോൾ സാറ് കാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയോ? ഗോപിനാഥ് പരിഹസിച്ചു. അടിമുടി പെരുത്ത് കയറിയെങ്കിലും രൂക്ഷമായ ഒരു നോട്ടത്തിൽ രമേശ് ചന്ദ്രൻ അത് ഒതുക്കി. പിന്നെ അടുത്തുനിന്ന ഒരാളോട് തിരക്കി. ഇവിടെ ശവക്കുഴി വെട്ടുന്നവരോ അത് ദഹിപ്പിക്കുന്നവരോ ഉണ്ടാവുമോ? ധാരാളം പേരുണ്ട്. സസ്പെൻഷനിലായ ഇൻസ്പെക്ടറെ. പിന്നിൽ ഒരു ശബ്ദം. അയാൾ വെട്ടിത്തിരിയുമ്പോൾ ബാക്കി കൂടി കേട്ടു. പക്ഷേ അവർക്കാർക്കും പ്രേമചന്ദ്രന്റെ ശരീരം പെട്ടിമൂടാൻ മനസ്സില്ല. ഇനി അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ സമ്മതിക്കത്തുമില്ല.
രമേശ് ചന്ദ്രൻ ആളിനെ കണ്ടു. പങ്കജാക്ഷൻ. നോക്കു പ്രസിഡന്റ്, രമേശ് ചന്ദ്രൻ അനുനയത്തിൽ സംസാരിച്ചു. ഒരു മൃതദേഹത്തോട് ഇത്രയും ക്രൂരത പാടില്ല. അത് ശരി, ആദ്യമായിട്ടാ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. സാറ് പോയാട്ടെ, എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. വീണ്ടും എന്തോ പറയുവാൻ ഭാവിച്ച രമേശ് ചന്ദ്രനെ അയാൾ തടഞ്ഞു. വേണ്ട ഇൻസ്പെക്ടറെ, വെറുതെ സംസാരിച്ച് നാവിലെ വെള്ളം വറ്റിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ശിവരാമൻ സാറിനെ കൊന്നവന്റെ തന്തയാ ആ ചത്ത് കിടക്കുന്നത്. അത് നാറിപ്പുഴുക്കത്തേയുള്ളൂ. ഒറ്റയാളും ആ മുറ്റത്തേക്ക് പോലും കയറത്തില്ല. രമേശ് ചന്ദ്രൻ മറുപടി പറയാതെ ആളുകളുടെ മുഖങ്ങളിലേക്ക് നോക്കി. ചിലർ പങ്കജാക്ഷന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിലും ഏറിയ പങ്കും അത്തരക്കാരല്ലെന്ന് അയാൾക്ക് തോന്നി. പക്ഷേ അവർക്കും രാഷ്ട്രീയക്കാരെ ഭയമായിരിക്കാം. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ കുടുംബത്തെ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ മുന്നോട്ട് വരാം, രമേശ് ചന്ദ്രൻ ഉച്ചത്തിൽ പറഞ്ഞു. നിങ്ങളെ ആരും ഒന്നും ചെയ്യത്തില്ല. ഓ പുളുത്തി, അപ്പം ചില സിനിമകളിലെ പോലെ ഷൈൻ ചെയ്യാനാ നീക്കം. വേണ്ട രമേശ് സാറേ, ഇവിടെ ഒരു ശവം കൂടി നാറിപ്പുഴുക്കാൻ ഇടയുണ്ടാക്കല്ലേ. പറഞ്ഞത് വാവച്ചനാണ്. അതെന്താടാ, നിന്റപ്പൻ ഈട്ടിക്കാടൻ സുരേന്ദ്രൻ ചാകാറായി കിടക്കുകയാണോ? മുഖത്തടിക്കും പോലെയുള്ള ആ ചോദ്യം കേട്ടപ്പോൾ വാവച്ചന്റെ മുഖം വിളറി. രമേശ് ചന്ദ്രൻ ഋഷിക്കരികിലെത്തി. ഭർത്താവിന്റെ ശരീരത്തിൽ കരഞ്ഞു വീണ് കിടക്കുന്ന അമൃതയെയും ആ സ്ത്രീയെ കെട്ടിപ്പിടിച്ച് കരയുന്ന നിത്യയെയും ഒന്ന് നോക്കിയിട്ട് ഋഷിയോട് പറഞ്ഞു. കുഴിയെടുക്കാനൊന്നും ആരും സഹകരിക്കുന്ന ലക്ഷണമില്ല ഋഷി. അവൻ റോഡിലും അടുത്ത വീടുകളുടെ മുറ്റത്തും മറ്റും നിൽക്കുന്നവരെ ആകമാനം ഒന്ന് നോക്കി. പിന്നെ അറിയിച്ചു. മരിച്ചത് എൻ്റെ പപ്പയല്ലേ സാർ, അവരുടെയൊന്നും ആരുമല്ലല്ലോ. അവൻ്റെ ശബ്ദം ചിലമ്പിച്ചിരുന്നു. സാരമില്ല സാർ, ഇത്രയും കാലം പപ്പ ജീവിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയാണ്. ആ പപ്പയെ മാന്യമായി അടക്കുകയെങ്കിലും ചെയ്യണ്ടേ? ഋഷി ഉദ്ദേശിക്കുന്നതെന്താണെന്ന് രമേശ് ചന്ദ്രന് മനസ്സിലായില്ല. ഇരുട്ടും മുമ്പ് പപ്പയെ ഞാൻ അടക്കിയിരിക്കും സാർ. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം വന്നു. ഹൃദയത്തിൽ നിന്ന് പൊന്തി വന്ന തേങ്ങൽ ചുണ്ടുകടിച്ചടക്കുമ്പോൾ നിശ്ചയദാർഢ്യം ആ മുഖത്ത് പ്രകടമായി. കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ അവൻ വീട്ടിനുള്ളിലേക്ക് പാഞ്ഞു. തിരികെ വന്നപ്പോൾ ഒരു കൂന്താലിയും തൂമ്പയും കുട്ടയും ഉണ്ടായിരുന്നു ആ കൈകളിൽ. അമ്പരന്നുപോയി രമേശ് ചന്ദ്രൻ. ഋഷി, നീ എന്തു ചെയ്യാൻ പോകുന്നു? അത് സാറ് നോക്കിക്കോ. ഈ നോക്കി നിൽക്കുന്ന പട്ടികൾ കരുതും പോലെ എൻ്റെ പപ്പയുടെ ശരീരം നാറിപ്പുഴുക്കത്തില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് സമ്മതിക്കില്ല. അവൻ പണിയായുധങ്ങളുമായി തെക്ക് ഭാഗത്തേക്ക് വേഗം പോയി. ശവം അടുക്കുന്നതും കുഴിയെടുക്കുന്നതുമൊക്കെ കണ്ടിട്ടുണ്ട്. കാൽപാദം കൊണ്ട് അവൻ 6 അടി മണ്ണളന്നു. 2 അടി വീതി. കിളച്ചു തുടങ്ങിയപ്പോൾ 6.5 അടി നീളമായി. ആളുകൾ വിശ്വസിക്കാനാവാതെ നോക്കി നിന്നു. കിളച്ച മണ്ണ് അവൻ തൂമ്പ കൊണ്ട് കോരി കരക്കിട്ടു. പിന്നെയും കിളച്ചു. തൂമ്പ കൊണ്ട് കോരി മുകളിലേക്കിടാൻ ബുദ്ധിമുട്ടായപ്പോൾ കുട്ടയിൽ വെട്ടിക്കോരി പുറത്തേക്കിട്ടു. പങ്കജാക്ഷനും ഗോപിനാഥുമൊക്കെ വിളറിപ്പോയി. ഇത്തിരി പോന്ന ചെക്കനിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം അവരാരും പ്രതീക്ഷിച്ചിരുന്നതല്ല. ആ പുരയിടത്തിലേക്ക് കയറിച്ചെന്ന് അവനെ വിലക്കിയാൽ അത് ശരിയാവില്ലെന്നും അവർക്കറിയാമായിരുന്നു. പോരെങ്കിൽ രമേശ് ചന്ദ്രനും അവിടെയുണ്ട്. ഋഷിയുടെ വസ്ത്രങ്ങൾ മണ്ണും വിയർപ്പും കുഴഞ്ഞ് പറ്റിയ നിലയിലായി. ഏതാണ്ട് 3 അടിയോളം താഴ്ചയിൽ അവൻ കുഴിയെടുത്തു കഴിഞ്ഞു. അപ്പോഴേക്കും വല്ലാതെ അവശനായി. ഇത്രയും മതി ഋഷി. എല്ലാം നോക്കിക്കണ്ടിട്ട് രമേശ് ചന്ദ്രൻ പറഞ്ഞു. അവൻ പണിയായുധങ്ങൾ പുറത്തേക്കിട്ടിട്ട് കരയ്ക്ക് കയറി. രമേശ് ചന്ദ്രന് അഭിമാനം തോന്നി. പ്രായപൂർത്തിയായിട്ടില്ലെങ്കിലും അത്ര വേഗം അവനെ ആർക്കും പരാജയപ്പെടുത്തുവാൻ കഴിയില്ല. സൂര്യൻ മറയാൻ തുടങ്ങുകയായിരുന്നു. ഋഷി അമൃതയുടെയും നിത്യമോളുടെയും അടുത്ത് വന്നിരുന്നു. മമ്മി, മോളെ, പപ്പയ്ക്ക് ഉമ്മ കൊടുക്ക്, എന്നിട്ട് രണ്ടുപേരും അകത്ത് പോകണം. മോനെ, ഞങ്ങള് പറയാൻ വന്നത് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ രമേശ് ചന്ദ്രൻ തടഞ്ഞു. ഋഷി പറയുന്നത് പോലെ കേൾക്കണം നിങ്ങൾ. ഇവിടെ സഹായിക്കാൻ മറ്റാരുമില്ലെന്ന് മറക്കണ്ട. അമൃതയും മകളും ആ സത്യത്തെ ഉൾക്കൊണ്ടു. പ്രേമചന്ദ്രന് അവസാനമായി ഉമ്മ കൊടുക്കുമ്പോൾ കണ്ണീർ തുള്ളികൾ ആ മുഖത്ത് ചിതറി വീണു. പ്രേമേട്ട, യദുമോനും വിനയമോളും വന്നില്ലല്ലോ. മതി മമ്മി. ഋഷി തന്നെ അമൃതയെയും നിത്യമോളെയും ബലമായി പിടിച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവനും പപ്പയ്ക്ക് അന്ത്യചുംബനം നൽകി. അന്ത്യകർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല പപ്പ, ക്ഷമിക്കണം, അവൻ മന്ത്രിച്ചു. ഈ നോക്കി നിൽക്കുന്ന ജനങ്ങളെ മുഴുവൻ പപ്പയുടെ ഈ മോൻ കാൽക്കീഴിലിട്ട് ഞെരിക്കും. പപ്പയെ കൊന്നവരെ ഞാൻ പപ്പയ്ക്ക് പിന്നാലെ അങ്ങോട്ടയക്കും. അതിന് എന്ത് തന്ത്രവും ഞാൻ പ്രയോഗിക്കും. സ്വർഗത്തിലിരുന്ന് പപ്പ എന്നെ അനുഗ്രഹിക്കണം. അവൻ എഴുന്നേറ്റു. പപ്പയുടെ മുഖത്തിന് മുകളിലേക്ക് തുണി നീക്കിയിട്ടു. കൈകാലുകളിലെയും തലയിലെയും കെട്ടുകൾ അഴിച്ചുവിട്ടു. പെട്ടിയുടെ അടപ്പെടുത്ത് കൊളുത്തിട്ടു. ഒന്ന് പിടിക്കാമോ രമേശ് സാർ? ഋഷി, എന്ത് ചോദ്യമാടാ ഇത്? അയാൾ പെട്ടിയുടെ ഒരു ഭാഗത്ത് പിടിച്ചു കഴിഞ്ഞു. അവർ ഇരുവരും ചേർന്ന് പെട്ടി കുഴിക്കരികിലെത്തിച്ചു. ആയാസപ്പെട്ട് കുഴിയിലിറക്കി. സന്ധ്യയാകുന്നു.
അപ്പോഴും ആളുകൾ നോക്കി നിൽക്കുകയാണ്. കുഴിയിലേക്ക് മണ്ണ് വലിച്ചിട്ടു തുടങ്ങി. അതുവരെ കരുതിയിരുന്ന ധൈര്യമൊക്കെ ചോർന്നു പോകുന്നത് ഋഷി അറിഞ്ഞു. മണ്ണ് മുഴുവൻ മൂടിക്കഴിഞ്ഞപ്പോഴേക്കും നേരം വല്ലാതെ ഇരുട്ടി. ആളുകൾ ഭൂരിഭാഗവും പിരിഞ്ഞു പോയി കഴിഞ്ഞു. ശവം മറവ് ചെയ്തിട്ട് മടങ്ങി വന്ന ഋഷി കിണറ്റിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം കോരി ശിരസിലൂടെ ഒഴിച്ചു. അതുവരെ പിടിച്ചു നിർത്തിയിരുന്ന നൊമ്പരം ഇരട്ടിയായതുപോലെ. അപ്പോഴേക്കും അവൻ പൊട്ടിക്കരഞ്ഞുപോയി. കാറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഈ നേരത്ത് പാർട്ടി പ്രസിഡന്റ് പങ്കജാക്ഷൻ. പെട്ടെന്നാണ് ഒരു പോലീസ് ജീപ്പും സിഗ്നൽ ലൈറ്റുള്ള വെളുത്ത അംബാസിഡർ കാറും എതിരെ വന്നത്. പോലീസ് ജീപ്പിലിരുന്നു കൊണ്ട് ASI സത്യപാലൻ കാർ നിർത്തുവാൻ പറഞ്ഞു. പങ്കജാക്ഷന്റെ ഡ്രൈവർ ബ്രേക്ക് അമർത്തി. കാറും അതിനു മുന്നിൽ പോലീസ് ജീപ്പും നിന്നു. സിഗ്നൽ ലൈറ്റുള്ള വെളുത്ത അംബാസിഡർ കാർ ജീപ്പിന് പിന്നിലും. വിളറിയ മുഖത്തോടെ സത്യപാലൻ ഇറങ്ങി കാറിനടുത്ത് ചെന്നു. എന്തോ പന്തികേട് തോന്നി പങ്കജാക്ഷന്. എന്താ സത്യപാല? സാർ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ. ചുളിഞ്ഞ നെറ്റിയോടെ പങ്കജാക്ഷൻ റോഡിൽ ഇറങ്ങി. അപ്പോഴേക്കും കാറിൽ നിന്ന് IG മഹേന്ദ്രവർമ്മയും ഇറങ്ങി വന്നു. മിസ്റ്റർ പങ്കജാക്ഷൻ, യു ആർ അണ്ടർ അറസ്റ്റ്. സാർ. തലയിലൊരു പാറ വീണതുപോലെ പങ്കജാക്ഷൻ കിടുങ്ങി. അത് മഹേന്ദ്രവർമ്മ ശ്രദ്ധിച്ചില്ല. സത്യപാല. വിളിയുടെ അർത്ഥം മനസ്സിലാക്കിയ സത്യപാലൻ പങ്കജാക്ഷന്റെ കൈക്ക് പിടിച്ചു. ക്ഷമിക്കണം പങ്കജാക്ഷൻ സാറേ, സഹകരിക്കണം. പങ്കജാക്ഷൻ IG നോക്കി. എന്താണ് സാർ ഇതൊക്കെ? പറയാം, അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട്. അയാൾ തിരിഞ്ഞ് കാറിലേക്ക് കയറാൻ ഭാവിച്ചു. എങ്കിൽ ഞാൻ എൻ്റെ കാറിൽ വരാം. നോ. പിന്നെ ഒന്നിനുമായില്ല പങ്കജാക്ഷന്. അയാളും ജീപ്പിൽ കയറി. പങ്കജാക്ഷന്റെ ഡ്രൈവർ ഒന്നും മനസ്സിലാകാതെ മിഴിച്ചിരിക്കുമ്പോൾ പോലീസ് വാഹനങ്ങൾ പാഞ്ഞുപോയി. ഇരുട്ട്. അതിൽ അലിഞ്ഞിരിക്കുകയായിരുന്നു വിനയ. ഇന്നത്തെ ദിവസം ജലപാനം പോലും നടത്തിയിട്ടില്ല. ആരും അവളെ വിളിക്കുകയോ കഴിക്കാൻ പറയുകയോ ചെയ്തില്ല. ഹരിലാൽ അകത്ത് കയറി ലൈറ്റിട്ടു. ആഹാ, എൻ്റെ പ്രിയ പത്നി കുളിക്കുകയോ വല്ലതും കഴിക്കുകയോ ചെയ്യാതെ കിടക്കുകയാണോ? അവൾ പുച്ഛഭാവത്തിൽ അവനെ തലതിരിച്ചൊന്ന് നോക്കി. ഛി, എഴുന്നേറ്റ് പോയി കുളിച്ചു വല്ലതും കഴിച്ചിട്ട് വാടി. പട്ടിണി കിടന്നാൽ നീ ചത്തുപോകത്തില്ലേ? അത് പാടില്ലല്ലോ. അവൻ അവളെ വലിച്ചു പൊക്കി പുറത്തേക്ക് തള്ളി. തറയിൽ കാലുവഴുതി അവൾ വീണുപോയി. അവൻ പറയുന്നത് അനുസരിക്കുന്നതാടി നിനക്ക് നല്ലത്. ഭാനു അങ്ങോട്ട് വന്നു. എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു വിനയയ്ക്ക്. പക്ഷേ അതിനുള്ള ശക്തിയില്ലായിരുന്നു. തറയിൽ നിന്നെണീറ്റ അവൾ വേച്ച് നടന്നുപോയി. കുളിച്ചെങ്കിലും ഒന്നും കഴിച്ചില്ല. മനം നിറയെ പപ്പയുടെ മുഖമാണ്. പപ്പയെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് അവൾ വന്ന് മുറിയിൽ കയറി. ഹരിലാൽ കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ വാതിലടച്ച് കൊളുത്തിട്ടു. പിന്നെ ക്രൂരമായി അവളെ നോക്കി. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേടി? അവൾ മിണ്ടിയില്ല. ഒരു സന്തോഷ വാർത്ത കൂടി പറഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാമടി. വിനയ നെറ്റിച്ചുളിച്ചു. ഇന്നലെ രാത്രിയിൽ നിന്റെ തന്തയെ ആരോ കൊന്നു. തലയ്ക്കുള്ളിൽ ഒരു സ്ഫോടനം. വിനയ ഒരു അലർച്ചയായിരുന്നു. പപ്പാ. അവൻ ചിരിച്ചു. വെട്ടിക്കീറിയ ശവം കുഴിച്ചിടാൻ ആരുമില്ലായിരുന്നടി. അവസാനം നിന്റെ അനിയൻ തന്നെ അത് വെട്ടിമൂടി. പട്ടിയെ കുഴിച്ചിടും പോലെ. വിനയ അത് കേട്ടില്ല. കാതുകൾ കൊട്ടിയടക്കപ്പെട്ടിരുന്നു. വല്ലാത്തൊരു തേങ്ങലോടെ അവൾ താഴേക്കിരുന്നു. അവൻ അവളെ വലിച്ച് കിടക്കയിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു. അങ്ങനെ നിലവിളിച്ചിരിക്കാനുള്ള നേരമല്ലടി ഇത്. ഇന്നാ നമ്മുടെ ആദ്യ രാത്രി. ഒരു ചെന്നായിയുടെ ക്രൗര്യത്തോടെ പിന്നെ ആക്രമിക്കാൻ തുടങ്ങി ക്രൂരമായിട്ട്. അധ്യായം 28. അന്നത്തെ പത്രം വായിച്ചിട്ട് ചൂടുപിടിച്ച ചർച്ചയിലായിരുന്നു മണപ്പള്ളി കവലയിലെ ആളുകൾ. എന്നാലും ആ SP-യും പങ്കജാക്ഷൻ സാറും കൂടി എന്തൊക്കെയാ കാണിച്ചത്. പാവം യദുരാമൻ. ഞാനപ്പോഴേ പറഞ്ഞതാ, അവൻ ആ ജയശ്രീ കൊച്ചിനെ കൊല്ലത്തില്ലെന്ന്. ഓട്ടോ ഡ്രൈവർ ഗ്രഹപ്പിഴ തങ്കപ്പൻ പറഞ്ഞു. ഓ പിന്നെ അന്ന് നീയാ പറഞ്ഞത്. അവൻ അതുമല്ല അതിനപ്പുറവും ചെയ്യുമെന്ന്. എൻ്റെ ഈ ബാർബർ ഷോപ്പിൽ ഈ കസേരയിൽ തന്നെ ഇരുന്നു കൊണ്ടാ നീ അത് പറഞ്ഞതും. വാറുവാസു ഏറ്റുപിടിച്ചു. തങ്കപ്പന്റെ മുഖമെന്ന് മഞ്ഞളിച്ചെങ്കിലും വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു അവന്. അതിപ്പം ഓരോന്ന് കേൾക്കുമ്പം ഓരോ അഭിപ്രായം പറഞ്ഞെന്നിരിക്കും. ഏതായാലും യദുരാമൻ ഇനി രക്ഷപ്പെടുമല്ലോ. എങ്ങനെ? ഓട്ടോക്കാരൻ രാജീവ് ചോദിച്ചു. ആദ്യത്തെ കേസിൽ അവൻ രക്ഷപ്പെടും, അതുറപ്പ്. പക്ഷേ മെമ്പർ ശിവരാമനെ കൊന്നില്ലേ? അതിന് ആരും മറുപടി പറഞ്ഞില്ല. പത്രങ്ങളിൽ എല്ലാം വിശദമായി എഴുതിയിട്ടുണ്ടായിരുന്നു. IG മഹേന്ദ്രവർമ്മ കണ്ടെടുത്ത SP ജയശങ്കറുടെ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ, ജില്ലയിലെ അടുത്ത കാലത്തുണ്ടായ സകല പ്രശ്നങ്ങളും പങ്കജാക്ഷന്റെയും ജയശങ്കറുടെയും അറിവോടെ. ജയശങ്കറെ ഹോസ്പിറ്റലിൽ പോയി അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് കാവലിൽ പാർപ്പിച്ചിരിക്കുകയാണ് മഹേന്ദ്രവർമ്മ. തോലു ഗംഗാധരനെ കൊന്നത് ചീങ്കണ്ണി പരമു. പങ്കജാക്ഷൻ പറഞ്ഞിട്ട്. പരമുവിനെ കൊന്നതും പങ്കജാക്ഷന്റെ ആള്. എല്ലാം കൊണ്ടും നടക്കുന്ന വാർത്തകൾ.
മണപ്പള്ളി രാഷ്ട്രീയം കീഴ്മേൽ മറിഞ്ഞു. പത്രം വായിച്ചിട്ട് ഒരലർച്ചയോടെയാണ് ഗോപിനാഥ് ചാടി എഴുന്നേറ്റത്. തന്റെ അച്ഛനെ കൊല്ലിച്ചത് പങ്കജാക്ഷൻ. അതിന് പ്രേരിപ്പിച്ച ഘടകം എന്തുതന്നെയായാലും മരിച്ചത് തന്റെ അച്ഛനാണ്. ഇനി പങ്കജാക്ഷന് മാപ്പില്ല. ഒരേ രാഷ്ട്രീയക്കാരാണ് തങ്ങളെങ്കിലും ഇത് തന്റെ വ്യക്തിപരമായ കാര്യം. അവൻ അപ്പോൾ തന്നെ വാവച്ചനും ഹരിലാലിനും ഫോൺ ചെയ്തു. ബൈക്കുകളിൽ അവർ പാഞ്ഞെത്തി. പോകാം. 3 ബൈക്കുകൾ റോഡിന്റെ മാറു പിളർന്ന് പാഞ്ഞു. പങ്കജാക്ഷന്റെ വീടിന് മുന്നിൽ അവ ബ്രേക്കിട്ട് നിന്നു. ഗേറ്റിന് മുന്നിൽ ചിലരൊക്കെ ഉണ്ടായിരുന്നു. പത്രവാർത്തയറിഞ്ഞ് അങ്ങോട്ടെത്തിയവർ. പക്ഷെ ഗേറ്റ് അകത്തു നിന്നും പൂട്ടിയിരിക്കുകയാണ്. ത്രിമൂർത്തികളെ കണ്ടപ്പോൾ ആളുകൾ ശങ്കയോടെ വഴിമാറി. രോഷത്തോടെ ഗോപിനാഥ് ഗേറ്റിൽ ആഞ്ഞു ചവിട്ടി. ഈ വീട്ടിൽ ആരുമില്ല. ഇന്നലെ രാത്രി തന്നെ ഇവിടെ നിന്നും മാറിയെന്ന് തോന്നുന്നു. ആളുകൾക്കിടയിൽ ആരോ പറയുന്നത് ഗോപിനാഥ് കേട്ടു. വരിനടാ. സുഹൃത്തുക്കളെ നോക്കിയിട്ട് അവൻ ഗേറ്റ് ചാടിക്കടന്നു. അവരും പിന്നാലെ ചെന്നു. പങ്കജാക്ഷന്റെ വീടിന്റെ വാതിലുകളും ജനാലകളുമെല്ലാം അടഞ്ഞു കിടക്കുകയായിരുന്നു. പോർച്ചിൽ വാഹനങ്ങളൊന്നുമില്ല. ഗോപിനാഥിന്റെ കണ്ണുകൾ ചുറ്റും പരതി. മുറ്റത്തിന്റെ മൂലയിൽ അടുക്കി വെച്ചിരിക്കുന്ന വിറകുകൾ കണ്ടു. ഞൊടിയിടയിൽ അവൻ അതിൽ ഒരെണ്ണം എടുത്തു. 2 കൂട്ടുകാർക്ക് നേരെയും എറിഞ്ഞുകൊടുത്തു. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു. കെട്ടിടത്തിന്റെ ജനാലച്ചില്ലുകൾ ചിതറി വീണു. അടുക്കള ഭാഗത്തെ വാതിൽ ചവിട്ടി തുറന്ന് അവർ അകത്ത് കടന്നു. കണ്ണിൽ കണ്ടത് മുഴുവൻ തല്ലി തകർത്തു. ഫോൺ, TV, ഷോക്കേസ് എല്ലാം. പട്ടി കഴിവേറിമോൻ, അവന്റെ ഒറ്റ സാധനം ബാക്കി വെക്കരുതറ, ഗോപിനാഥ് അലറിക്കൊണ്ടിരുന്നു. അരമണിക്കൂറിനുള്ളിൽ ആ വീടിനുൾഭാഗം യുദ്ധഭൂമി പോലെയായി. വിറകുകൾ വലിച്ചെറിഞ്ഞ് അവർ പുറത്തെത്തിയപ്പോൾ റോഡിൽ നേരത്തെയുള്ളതിന്റെ ഇരട്ടി ആളുകൾ ഉണ്ടായിരുന്നു. അവർ ആരെയും ശ്രദ്ധിച്ചില്ല. ബൈക്കുകളിൽ പാഞ്ഞുപോയി. അന്ന് 11 മണിയോടെ പങ്കജാക്ഷനെ കോടതിയിൽ ഹാജരാക്കി. കോടതി അയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയച്ചു. സബ് ജയിൽ. അടുത്ത ദിവസം ഉച്ചഭക്ഷണത്തിലുള്ള ക്യൂവിൽ നിൽക്കുമ്പോഴാണ് പങ്കജാക്ഷൻ അവരെയൊക്കെ കണ്ടത്. DYSP ആന്ത്രാക്സ് ലേഖ, യദുരാമൻ, ഓട്ടോ ഡ്രൈവർ ഇന്ദ്രജിത്ത്, പെൻസിൽ കുട്ടപ്പൻ. അവരും അയാളെ കണ്ടു കഴിഞ്ഞു. ലേഖയുടെ കണ്ണുകളിൽ 2 തീപ്പൊരികൾ തിളങ്ങി. എന്താ പങ്കജാക്ഷ, നാട്ടിലെ രാഷ്ട്രീയം പോരാഞ്ഞ് ഇനി ജയിലിലും അരക്കൈ നോക്കാമെന്ന് വിചാരിച്ചാണോ പുറപ്പാട്? ലേഖയുടെ വാക്കുകളിലെ പരിഹാസം തിരിച്ചറിഞ്ഞെങ്കിലും അയാൾ മറുപടി പറഞ്ഞില്ല. തന്റെ ശത്രുക്കളാണ് ഇവിടെയുള്ളവരിൽ നല്ലൊരു വിഭാഗം. ഒഴിഞ്ഞു മാറുന്നതാണ് ബുദ്ധിയെന്ന് അയാൾക്ക് മനസ്സിലായി. യദുരാമൻ അയാൾക്ക് മുന്നിലേക്ക് ചെന്നു. എന്തായാലും കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവില്ലേ നീ? ഈ രൂപത്തിൽ നിന്നെ ഞാൻ പുറത്തേക്ക് വിടത്തില്ല. യദുരാമനെ തുറച്ചൊന്നു നോക്കിയതേയുള്ളൂ പങ്കജാക്ഷൻ. അപ്പോൾ ഇന്ദ്രജിത്തും പറഞ്ഞു, ഞങ്ങളുടെ ഓട്ടോയിലിട്ട് പോലീസുകാരെ കത്തിച്ചതൊക്കെ ആരാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾ കത്തിക്കും. എന്താടാ അവിടെ? മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ അറിയാമല്ലോ നിനക്കൊക്കെ എന്നെ. ഗാർഡ് കേശവൻ അങ്ങോട്ട് വന്നപ്പോൾ യദുരാമൻ പിന്നോട്ട് മാറി. തകരപാത്രത്തിൽ ആഹാരം വാങ്ങിക്കുമ്പോൾ പങ്കജാക്ഷൻ ഓർത്തു, IG-യുടെ കയ്യിലിരിക്കുന്ന തെളിവുകൾ കൊണ്ട് ലേഖയും ഓട്ടോക്കാരുമെല്ലാം രക്ഷപ്പെടും. പിന്നീട് പുറത്തേക്കിറങ്ങിയാലും തന്റെ ഭാവി തല മരവിക്കുന്നത് പോലെ തോന്നി അയാൾക്ക്. ദിവസങ്ങൾ 2-3 കഴിഞ്ഞു. ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ അനിരുദ്ധൻ അപകടനില തരണം ചെയ്തു. IG-യുടെ മുന്നിൽ അയാൾ പങ്കജാക്ഷന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാപ്പടയാണ് തന്നെ ആക്രമിച്ചതെന്ന കാര്യം തുറന്നു പറഞ്ഞു. അതോടെ പങ്കജാക്ഷന്റെ പേരിൽ ഒരു കേസ് കൂടി ചാർജ് ചെയ്യപ്പെട്ടു. തനിക്ക് ആ രാത്രിയിൽ സംഭവിച്ചതെല്ലാം ഓർത്തുകൊണ്ട് കിടക്കുകയായിരുന്നു അനിരുദ്ധൻ. വാവച്ചൻ, ഗോപിനാഥ്, ഹരിലാൽ. മനഃപൂർവ്വമാണ് അവരുടെ പേര് IG സാറിനോട് പ്രത്യേകമായി പറയാതിരുന്നത്. കാരണം പ്രതികൾ ഏറെ പേര് വന്നാൽ കേസിന്റെ ശക്തി കുറയും. എല്ലാവരും രക്ഷപ്പെടുകയും ചെയ്യും. അത് പാടില്ല. ആദ്യം പങ്കജാക്ഷൻ. അയാളാണല്ലോ മണപ്പള്ളി രാഷ്ട്രീയത്തിന്റെ ബ്രെയിൻ. അത് ഇല്ലാതെയാകണം. തന്റെ കൈകൾ ചലനരഹിതമായെങ്കിലും ത്രിമൂർത്തികളെ വെറുതെ വിടത്തില്ല. കണക്ക് ഒന്നൊന്നായി തീർക്കും. വാതിൽക്കൽ ആരോ വന്നെന്ന് തോന്നിയപ്പോൾ അനിരുദ്ധൻ ചിന്ത വിട്ടുണർന്നു. തിരിഞ്ഞു നോക്കി. ഋഷി. അല്ല, ഇതാര്? കേറിവാ. തെല്ലുമടിയോടെയാണ് ഋഷി അകത്തെത്തിയത്. ഇരിക്ക്, അയാൾ പറഞ്ഞു. വേണ്ട സാർ, ഞാൻ നിന്നോളാം. ഇരിക്കടാ, അയാൾ നിർബന്ധിച്ചപ്പോൾ അവൻ ഇരുന്നു. അനിരുദ്ധൻ അവന്റെ വാടിയ മുഖത്തേക്ക് നോക്കി. എല്ലാം ഞാൻ അറിഞ്ഞു. നീ തളരരുത്. ഒക്കയ്ക്കും ഒരു മറുപുറമുണ്ടടോ. ഋഷിയുടെ കണ്ണിൽ നനവ് പടർന്നു. സാർ, എന്റെ പപ്പ. എല്ലാവരും എതിരാ ഞങ്ങളോട്. എനിക്കറിയാം. പക്ഷേ ഈ ഒരവസ്ഥ മാറുന്ന കാലം വരും ഋഷി. എന്റെ കാര്യം തന്നെ നോക്ക്. പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ ഇപ്പോൾ? ഋഷി മിണ്ടിയില്ല. അനിരുദ്ധൻ അവനോട് താൻ അറിയാത്ത വിശേഷങ്ങൾ ഓരോന്നായി ചോദിച്ചറിയുകയും അവന്റെ മനസ്സിന് ധൈര്യം പകർന്നു കൊടുക്കുകയും ചെയ്തു. അവിടെ നിന്ന് മടങ്ങുമ്പോൾ ഋഷിയുടെ മനസ്സിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ അവൻ പലതും തീരുമാനിച്ചുറയ്ക്കുകയും ചെയ്തു.
ബസ് മണപ്പള്ളിയിലെത്തിയപ്പോൾ എതിരെ ഒരു ജാഥ വരുന്നത് കണ്ടു. പങ്കജാക്ഷന്റെ നേതൃത്വത്തിലുള്ള ഭരണകക്ഷിക്കാർ മണപ്പള്ളിയിൽ നടത്തിയ കൊള്ളരുതായ്മകൾക്കെതിരെ പ്രതിപക്ഷത്തിന്റെ ജാഥ. ഋഷിക്ക് പുച്ഛം തോന്നി. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരവരുടെ കാര്യം. വീട്ടിലെത്തിയ ഋഷി നോക്കുമ്പോൾ പ്രേമചന്ദ്രനെ അടക്കിയ ഭാഗത്തേക്ക് നോക്കിയിരിക്കുകയാണ് അമൃത. കുളിയോ നനയോ ആഹാരമോ ഒന്നുമില്ല. അവനെ കണ്ടതോടെ നിത്യ ഓടിവന്ന് കെട്ടിപ്പിടിച്ചു. എനിക്ക് വിശക്കുന്നു കൊച്ചേട്ടാ. മോള് കരയണ്ട, ഏട്ടൻ ചോറ് വെച്ചു തരാം. അവൻ തന്നെ ആഹാരമുണ്ടാക്കി അവൾക്ക് കൊടുത്തു. മമ്മി, എന്തെങ്കിലും ഒന്ന് കഴിക്ക്. അവൻ അമൃതയുടെ അടുത്ത് ചെന്നു. എനിക്ക് വേണ്ട. എത്ര നാളിങ്ങനെ കഴിയാൻ പറ്റും മമ്മി? മമ്മി പട്ടിണി കിടക്കുന്നത് കൊണ്ട് പപ്പ തിരിച്ചു വരുമോ? ഇത്രയും കാലമേ നമ്മൾക്ക് പപ്പയുടെ കൂടെ കഴിയാനുള്ള യോഗം ഉണ്ടായിരുന്നുള്ളെന്ന് വിചാരിച്ചാൽ മതി. അമൃത അമ്പരപ്പോടെ തലയുയർത്തി മകനെ നോക്കി. അവൻ മുതിർന്ന ഒരാളെപ്പോലെ. ഋഷി തുടർന്നു. കരച്ചിലിനും കണ്ണീരിനും ഞാൻ വിട നൽകി കഴിഞ്ഞു മമ്മി. ഇനി ഞാൻ പുതിയൊരു അവതാരമാ. എന്തു കണ്ടാലും അനുഭവിച്ചാലും മനസ്സ് പതറാത്ത, കരയാത്ത പുതിയൊരു അവതാരം. അവൻ അമൃതയുടെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. അടുക്കളയിൽ ആഹാരം വിളമ്പി വെച്ചിരുന്നതിന് മുന്നിൽ കൊണ്ടിരുത്തി നിർബന്ധിച്ച് അവരെ സ്വൽപ്പം കഴിപ്പിക്കുകയും ചെയ്തു. വിനയേച്ചിയെ ഒന്ന് കാണണമെന്ന് അവന് തോന്നി. പപ്പ മരിച്ചിട്ട് പോലും ഇങ്ങോട്ട് വന്നില്ലല്ലോ. മമ്മിയോടും നിത്യമോളോടും വിവരം പറഞ്ഞിട്ട് അവൻ ട്രേഡ് യൂണിയൻ നേതാവ് വാസുവിന്റെ വീട്ടിലേക്ക് പോയി. വിനയ അപ്പോൾ അവിടെ മുറിയാകെ കഴുകി തുടയ്ക്കുകയായിരുന്നു. അയ്യടി, അങ്ങനെ തുടച്ചാൽ തറയ്ക്ക് നോവും. നിന്റെ ശരീരം ശരിക്കൊന്ന് അനങ്ങട്ടടി. ഹരിലാലിന്റെ അമ്മ ഭാനു അവളെ നോക്കി പുച്ഛിച്ചു. വിനയ തലയുയർത്തുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്തില്ല. ഹരിലാൽ മുറിക്കുള്ളിലിരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. വിനയ അഴുക്കു തുടച്ച തുണി ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് വീണ്ടും തറ തുടച്ചു. നിന്നോടല്ലടി അസത്തെ പറഞ്ഞത് അമർത്തി തുടയ്ക്കാൻ. ഭാനു ചീറി വന്നതും അവളുടെ പുറത്ത് ഒറ്റ ചവിട്ടായിരുന്നു. ഒരു നിലവിളിയോടെ വിനയ കമിഴ്ന്നു വീണു. എന്നിട്ടും കലിയടങ്ങാതെ ഭാനു ബക്കറ്റിലിരുന്ന ചെളിവെള്ളം എടുത്ത് അവളുടെ പുറത്തേക്കൊഴിച്ചു. എടീ! പെട്ടെന്ന് പിന്നിൽ ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം. ഭാനു ഞെട്ടിത്തിരിഞ്ഞു. വാതിൽക്കൽ ഋഷി കത്തുന്ന കണ്ണുകളോടെ. എന്താടാ, നിനക്കെന്താ ഇവിടെ കാര്യം? ഭാനു ഒച്ച വെച്ചു. എന്റെ പെങ്ങളെ നീ ദ്രോഹിക്കും അല്ലേടി എന്ന് ചോദിച്ചതോടൊപ്പം ഋഷി മുന്നോട്ട് കുതിച്ചു. കാലുയർത്തി ഒറ്റ ചവിട്ട്. എന്നെ കൊന്നേ! ഒരലർച്ചയോടെ ഭാനു തറയിൽ ആ വെള്ളത്തിലേക്ക് തന്നെ മറിഞ്ഞു. ഭാനുവിന്റെ നിലവിളിയും ഋഷിയുടെ ഗർജനവും കേട്ട് തന്റെ മുറിയിൽ നിന്ന് ഹരിലാൽ പുറത്തേക്ക് കുതിച്ചു വന്നു. മുന്നിലെ ദൃശ്യം കണ്ടപ്പോൾ അവൻ ഒന്ന് പതറി. അമ്മയും വിനയും നിലത്ത് കിടക്കുന്നു. മകനെ കണ്ടതോടെ ഭാനു ഉച്ചത്തിൽ നിലവിളിച്ചു. കണ്ടോടാ മോനെ, ഈ മഹാപാപി ചെയ്തത്. ഇവനെന്നെ അടിച്ച് താഴെ ഇട്ടതാടാ. ഏ? ഹരിലാൽ ഋഷിക്ക് നേരെ വെട്ടിത്തിരിഞ്ഞു. നീ എന്റെ അമ്മയെ തല്ലിയോടാ. എന്റെ ചേച്ചിയെ ഇവർ ദ്രോഹിക്കുന്നത് കണ്ടതുകൊണ്ടാ. അവൻ പല്ലുകൾ കടിച്ചമർത്തി വൈരത്തോടെ ഭാനുവിനെ നോക്കി. നിന്റെ ചേച്ചിയെ ദ്രോഹിച്ചാൽ നീ ആരെയും എന്തും ചെയ്യുമോടാ? ചെയ്യും. അല്ലെങ്കിലൊന്ന് പരീക്ഷിച്ചു നോക്ക്. ഋഷി വിനയ ഭീതിയോടെ വിളിച്ചു. അവൻ പക്ഷേ അത് ശ്രദ്ധിച്ചില്ല. ഹരിലാൽ മുന്നോട്ടാഞ്ഞതും തറയിൽ കൈകുത്തി എഴുന്നേൽക്കുവാൻ ഭാവിക്കുകയായിരുന്ന വിനയെ ചവിട്ടിമറിച്ചതും ഒന്നിച്ചായിരുന്നു. എടാ പട്ടി! ഋഷിയുടെ ഗർജനം ആ മുറിയുടെ ഓരോ മൂലയിലും ഏറ്റുപിടിച്ചു. ഒപ്പം അവൻ ഹരിലാലിന് മേൽ പറന്നു വീണു. ഇരുവരും ഒന്നിച്ച് തറയിലേക്ക് അമർന്നു. ഒരു വന്യമൃഗത്തെ പോലെ അവൻ ഹരിലാലിനെ അള്ളിപ്പിടിച്ചു. പിന്നെ പുറത്തേക്ക് കയറിയിരുന്ന് നെഞ്ചത്തും മുഖത്തും ആഞ്ഞാഞ്ഞിടിക്കാൻ തുടങ്ങി. മോനെ വേണ്ടടാ. വിനയ തറയിൽ നിന്ന് ചാടി എണീറ്റ് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഭാനു എഴുന്നേറ്റ് ഋഷിയുടെ പുറത്തും ഇടിക്കാൻ തുടങ്ങി. ഋഷി വെട്ടിത്തിരിഞ്ഞ് ഭാനുവിനെ ഒറ്റയടിയായിരുന്നു. എന്റെ ഈശ്വര, എന്നെ കൊന്നേ! ഭാനു വീണ്ടും നിലവിളിച്ചു. ഇതിനിടെ ഹരിലാൽ ഋഷിയെ തള്ളിമാറ്റി ചാടി എഴുന്നേറ്റു. പിന്നെ പൊരിഞ്ഞ അടി നടന്നു. തടസ്സം നിൽക്കാനെത്തിയ വിനയയ്ക്കും കിട്ടി തല്ല്. വാസു അവിടെ ഉണ്ടായിരുന്നില്ല. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന് പോയിരിക്കുകയായിരുന്നു. അവസാനം ഋഷി അവിടെ കിടന്നിരുന്ന ഒരു കസേര വലിച്ചെടുത്ത് ഒറ്റയടി. ഹരിലാൽ ഒഴിഞ്ഞുമാറി. അല്ലെങ്കിൽ തല പിളർന്ന് പോയേനെ. ഋഷി മോനെ വേണ്ടാടാ. ഇത്തവണ വിനയ അവനെ വട്ടം പിടിച്ചു. കസേര ഓങ്ങി നിൽക്കുന്ന അവനോടടുക്കാൻ ഹരിലാൽ എന്നിട്ടും ഭയന്നു. കൊല്ലാനും ചാവാനും ഒരുങ്ങി നിൽക്കുന്ന ഭാവമായിരുന്നു ഋഷിക്ക്. നോക്കടാ, അവൻ പറഞ്ഞു. പപ്പ മരിച്ചിട്ടും ചേച്ചിയെ കാണാഞ്ഞപ്പോൾ ഒന്ന് അന്വേഷിക്കാൻ എത്തിയതാ ഞാൻ. ഇവിടെ എന്റെ ചേച്ചിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായി. പക്ഷേ ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്റെ ചേച്ചിയെ ഉപദ്രവിച്ചാൽ മരിച്ചുപോയ എന്റെ പപ്പയാണേ സത്യം.
നിന്നെ ഞാൻ കൊല്ലും. വെടിയുണ്ടകൾ പോലെ ആ വാക്കുകൾ ഹരിലാലിന്റെ കാതുകളിൽ പുളഞ്ഞിറങ്ങി. ഭാനു ശ്വാസം പോലും വിടാതെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു. ഋഷി കസേര വലിച്ചെറിഞ്ഞു. പെങ്ങളുടെ കൈകൾ പിടിച്ചു മാറ്റി. ആ മുഖത്തേക്ക് ഒന്ന് നോക്കി. സങ്കടവും കോപവും ഋഷിയിൽ മാറി മാറി വന്നു. ഭാനുവിന്റെ മുന്നിലെത്തി അമർത്തിയൊന്ന് മൂളിയിട്ട് കൊടുങ്കാറ്റായി അവൻ പുറത്തേക്ക് പോയി. അധ്യായം 29. ഋഷി വീട്ടിലെത്തുമ്പോൾ നേരം നല്ലവണ്ണം ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. ഇരുട്ടിന്റെ ഒരു കനത്ത കട്ട പോലെ നിൽക്കുകയാണ് വീട്. ഒരു തരി വെളിച്ചം പോലുമില്ല. അവൻ അകത്ത് കയറി തപ്പിത്തടഞ്ഞ് തീപ്പെട്ടിയെടുത്ത് വിളക്ക് കൊളുത്തി. മമ്മി, നിത്യമോളെ, അവൻ വിളിച്ചു. പക്ഷേ അനക്കമൊന്നും കേട്ടില്ല. ഋഷി നെറ്റി ചുളിച്ചു. പിന്നെ ഒന്നുകൂടി ഉച്ചത്തിൽ വിളിച്ചു. ഇത്തവണ അടുത്ത മുറിയിൽ നിന്ന് അടക്കി പിടിച്ചതുപോലെ ഒരു തേങ്ങൽ കേട്ടു. വിളക്കുമായി അവൻ അങ്ങോട്ട് കുതിച്ചു. അവിടെ പേടിച്ചരണ്ടതുപോലെ മുറിയുടെ മൂലയിൽ കുത്തിയിരിക്കുന്ന നിത്യമോൾ. വെളിച്ചം കണ്ടപ്പോൾ അവൾ ഭിത്തിയോട് ഒന്നുകൂടി ചേർന്നു. മോളെ, കൊച്ചുമോളെ, മമ്മി എന്തിയടി? അവൻ അവൾക്കരികിലെത്തി. ആദ്യം കാണും പോലെ കുട്ടി അവനെ തുറച്ചു നോക്കി. പിന്നെ ചുണ്ടുകൾ ചലിപ്പിച്ചു. എനിക്കറിയത്തില്ല, എന്തിയേ മമ്മി? ഇത്തവണ ഋഷി ഒന്നു നടുങ്ങി. മമ്മി, മമ്മി. വിളക്കുമായി അവൻ അടുത്ത മുറിയിലേക്ക് നടന്നു. പിന്നെ വീടിന് പുറത്തേക്കും. ഒരിടത്തും അമൃതയെ കണ്ടില്ല. അവൻ തിരികെ വന്നു. മോളെ, നിത്യയുടെ അടുത്തിരുന്നിട്ട് അവൻ തിരക്കി. ഞാൻ പോകുമ്പോൾ നീയും മമ്മിയും ഒന്നിച്ചിരിക്കുകയായിരുന്നല്ലോ. എന്നിട്ട് എപ്പോഴാ മോടരികിന്ന് മമ്മി പോയത്? എനിക്കറിയത്തില്ല കൊച്ചേട്ടാ. ഞാനിവിടെ കിടന്നുറങ്ങി. കണ്ണു തുറന്നപ്പം ഇരുട്ടാ. ഞാൻ പേടിച്ചുപോയി. ഋഷിയുടെ നെഞ്ചിനുള്ളിൽ വിഹലതയുടെ ചിറകടിയുണ്ടായി. ഹരിലാലിന്റെ വീട്ടിൽ പോയി താൻ പ്രശ്നമുണ്ടാക്കിയതിന് പകരമായി അവിടെ നിന്ന് ആരെങ്കിലും, ഈശ്വര, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, മമ്മി മറ്റെവിടെയെങ്കിലും പോയിരിക്കുകയായിരിക്കും. അവൻ ആശ്വസിക്കാൻ ശ്രമിച്ചു. എന്നാൽ സമയം കഴിയും തോറും നിത്യ കരയുവാൻ തുടങ്ങി. എനിക്ക് മമ്മിയെ കാണണം. വരും മോളെ, മമ്മി വരും. വല്ല വിധേനയും അവളെ ആശ്വസിപ്പിച്ച് അല്പം ആഹാരം നിർബന്ധിച്ച് കഴിപ്പിച്ച് അവൻ കട്ടിലിൽ കൊണ്ടുചെന്ന് കിടത്തി. പിന്നെ അവൾക്കരികിൽ കൂട്ടിരുന്നു. നേരം പുലർന്നു. പക്ഷേ അമൃത തിരിച്ചു വന്നില്ല. നിത്യയെ വീട്ടിലിരുത്തിയിട്ട് അവൻ ഒരു അന്വേഷണമൊക്കെ നടത്തി. പക്ഷേ അമൃതയെക്കുറിച്ച് യാതൊരു അറിവും കിട്ടിയില്ല. ദിവസങ്ങൾ 2-3 കഴിഞ്ഞു. രാവിലെ ഋഷിയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു നിത്യ. എന്നേലും മമ്മി വരുമായിരിക്കും അല്ലേ കൊച്ചേട്ടാ? നിത്യ ഋഷിയെ നോക്കി. ആ കുഞ്ഞു കണ്ണുകളിൽ പ്രത്യാശയുടെ തിളക്കം ഋഷി കണ്ടു. വരും മോളെ, തീർച്ചയായും മമ്മി വരും, അവൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുവെങ്കിലും ഋഷിയുടെ നെഞ്ചിനുള്ളിൽ കണ്ണീരിന്റെ ഒരു ഉറവ പൊട്ടി. എല്ലാവരും തങ്ങളെ വിട്ടുപോവുകയാണ്. പപ്പ, വിനയേച്ചി, മമ്മി. അടുത്ത നിമിഷം അവൻ പുറംകൈകൊണ്ട് കണ്ണീരൊപ്പി. പിന്നെ മനസ്സിനെ ദൃഢപ്പെടുത്താൻ ശ്രമിച്ചു. ജയിലിലാണെങ്കിലും വല്യേട്ടനുണ്ടല്ലോ. ആ ചിന്ത അവന് കരുത്തേകി. ആ സമയത്ത് യദുരാമനോട് സഹ തടവുകാരനായിരുന്ന റഷീദ് പറയുകയായിരുന്നു. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ജാമ്യം കെട്ടി പുറത്തു പോയാൽ പങ്കജാക്ഷൻ ഇനി ഇങ്ങോട്ട് വരുമെന്ന് കരുതണ്ട. അതാ അയാള്. അപ്പോൾ യദുരാമൻ നെറ്റി ചുളിച്ച് റഷീദിനെ നോക്കി. ജാമ്യം കിട്ടി ആന്ത്രാക്സ് ലേഖയും ഇന്ദ്രജിത്തും മറ്റും ജയിൽ വിട്ടതോടെ യദുരാമന്റെ ഏക ആശ്രയം റഷീദായിരുന്നു. നിനക്ക് പ്രതികാരം ചെയ്യണമെങ്കിൽ നാളെ അയാൾ കോടതിയിലേക്ക് പോകും മുമ്പ് വേണം. ചെയ്യാത്ത തെറ്റിന് നിന്നെ ആദ്യം ഇതിനുള്ളിൽ എത്തിച്ചതിന്റെ സൂത്രധാരനല്ലേ അയാൾ. അയാളെ കൂടിയൊന്ന് കൈകാര്യം ചെയ്തെന്ന് വെച്ച് ശിക്ഷ കൂടാനൊന്നും പോകുന്നില്ല. യദുരാമൻ ഒരു മാത്ര ചിന്തിച്ചു. അവന്റെ ഉള്ളിലിരിപ്പ് അറിയാനായി റഷീദ് ആ മുഖത്തേക്ക് നോക്കിയിരുന്നു. യദുരാമനേക്കാൾ കഷ്ടിച്ച് 2 വയസ്സ് കൂടുതൽ കാണും റഷീദിന്. വെട്ടൊന്ന് മുറി 2, അതാണ് റഷീദിന്റെ സ്വഭാവം. കണ്ണുകളിൽ എപ്പോഴും ഒരു അഗ്നിച്ചുവപ്പാണ്. കൃഷ്ണമണികൾക്ക് പകരം 2 തീപ്പൊട്ടുകളാണെന്ന് തോന്നിപ്പോവും. നീയെന്താടാ പഴം വിഴുങ്ങിയതുപോലെ ഇങ്ങനെ ഇരിക്കുന്നത്? അയാളെ പൂശണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പൂശണം, ഇല്ലെങ്കിൽ വേണ്ട. റഷീദിന് ദേഷ്യം വന്നു. യദുരാമന്റെ പല്ലുകൾ ഞെരിഞ്ഞമരുന്നത് റഷീദ് കണ്ടു. പങ്കജാക്ഷൻ, കയ്യിൽ വന്നിരിക്കുന്ന ഇരയാണയാൾ, വിടരുത്. വന്യമായ മിഴികളോടെ യദുരാമൻ റഷീദിനെ നോക്കി. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു റഷീദേ. നല്ലത്. റഷീദ് തലകുലുക്കി. നിനക്കെന്തെങ്കിലും തട്ടുകേട് പറ്റിയാൽ ഞാനുണ്ട് കൂടെ. സമയം വൈകുന്നേരം 3:30. ജില്ലാ ജയിലിലെ അത്താഴ സമയമാണത്. തടവുകാർക്ക് ആഹാരം പാത്രങ്ങളിൽ വാങ്ങിക്കൊണ്ടുവന്ന് സെല്ലിൽ വയ്ക്കാം. പിന്നീട് 8 മണിക്ക് മുമ്പ് കഴിച്ചാൽ മതി. നിരനിരയായി തടവുകാർ നിന്നു. അക്കൂട്ടത്തിൽ പങ്കജാക്ഷനുമുണ്ടായിരുന്നു.
റഷീദിനെ ഒന്ന് നോക്കിയിട്ട് യദുരാമൻ ക്യൂവിൽ നിന്ന് മാറി പങ്കജാക്ഷന്റെ അടുത്തേക്ക് നടന്നു. 3 തടവുകാർ ചേർന്ന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയായിരുന്നു. അവിടെയുണ്ടായിരുന്ന 2 ഗാർഡുകളും അത് ശ്രദ്ധിച്ചു നിൽക്കുന്നു. പങ്കജാക്ഷൻ സാറിന് നാളെ ജാമ്യം കിട്ടും അല്ലേ? അടുത്തു ചെന്ന് യദുരാമൻ തിരക്കി. കിട്ടും. എന്താ? അപ്പോൾ പിന്നിനി ഇങ്ങോട്ട് വരത്തില്ല. ശിക്ഷ കിട്ടിയാൽ? പങ്കജാക്ഷൻ ഇടതു കൈ എളിയിൽ കൊത്തി നിന്ന് ചിരിച്ചു. എടാ കൊച്ചനെ, നിന്നെ പോലുള്ള ഊച്ചാളുകൾക്ക് മാത്രമേ ഇവിടെ ശിക്ഷ കിട്ടത്തുള്ളൂ. ഞങ്ങളെയൊന്നും ആരും തൊടത്തില്ലടാ. ഇപ്പോഴെങ്കിലും സാറിന് എന്നെ കള്ളക്കേസിൽ കുടുക്കിയതിന്റെ കുറ്റബോധം തോന്നുന്നുണ്ടോ? എന്തിന്? ഞങ്ങൾ രാഷ്ട്രീയക്കാർ പലതും ചെയ്യും. അതിനൊക്കെ ചോദ്യം ചെയ്യുകയോ അതിന് സാക്ഷി പറയുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് തരാനുള്ള ടെസ്റ്റ് ഡോസ് മാത്രമല്ലേടാ ഞാൻ നിനക്ക് തന്നത്. അതിന് കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. യദുരാമന്റെ കണ്ണുകളൊന്ന് കത്തി. എങ്കിൽ എന്റെ ഒരു സംശയത്തിനുള്ള ഉത്തരം കൂടി തരാമോ? എന്റെ പപ്പയെ ആരാ കൊന്നത്? ഞങ്ങളുടെ മെമ്പറെ കൊന്ന നിന്റെ തന്തയെ ഞങ്ങൾ പിന്നെ മീതെ വെച്ചേക്കുമോടാ ചെറുക്ക. പിന്നെ അമാന്തിച്ചില്ല. യദുരാമൻ കൈ ചുരുട്ടി പങ്കജാക്ഷന്റെ മുഖമടച്ച് ഒറ്റയിടിയായിരുന്നു. ഹാ! അയാളുടെ കയ്യിൽ നിന്ന് പാത്രം പിടിവിട്ട് തെറിച്ചു. പങ്കജാക്ഷൻ തുപ്പിയത് ചോരയാണ്. ആഹാ, എന്നെ തല്ലാൻ വളർന്നോടാ നീ! പങ്കജാക്ഷൻ അലറിക്കൊണ്ട് തിരിച്ചടിച്ചു. റഷീദ് ഓടിവന്ന് കരുതലോടെ നിന്നു. തടവുകാർ ചിതറി മാറിക്കളഞ്ഞു. ബഹളം കേട്ട് ഗാർഡുകൾ അങ്ങോട്ട് കുതിച്ചെത്തി. എടാ പട്ടി, നാളെ നിന്റെ ശവമേ ഇവിടെ നിന്ന് പുറത്തേക്ക് കെട്ടിയെടുക്കത്തുള്ളടാ. യദുരാമൻ പങ്കജാക്ഷനെ ക്രൂരമായി ആക്രമിച്ചു. വിടടാ, അയാളെ വിടാൻ! ഗാർഡുകൾ യദുരാമനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അയാൾ അവരെ കുടഞ്ഞെറിഞ്ഞ് കളഞ്ഞു. പിന്നെ പങ്കജാക്ഷനെ പിന്നോട്ട് തള്ളിക്കൊണ്ടുപോയി ഭിത്തിയിൽ ചേർത്തമർത്തി കാൽമുട്ടുകൊണ്ട് അയാളുടെ അടിവയറ്റിൽ പലവട്ടം ആഞ്ഞിടിച്ചു. രക്ഷിക്കണേ! പങ്കജാക്ഷൻ നിലവിളിച്ചു. ഒരു ഗാർഡ് വിസിൽ നീട്ടിയടിച്ചു. ഇടനാഴികളിൽ ബോട്ട്സിട്ട കനത്ത കാലച്ചകൾ കേട്ടു. ഓടിയെത്തിയ ഗാർഡുകൾ യദുരാമനെ വകഞ്ഞു പിടിച്ചു. നീയെന്താടാ ഇവിടെ ദാദ കളിക്കുന്നോ? 1ഉം 2ഉം കൊടുത്ത് അവർ അവനെ അവിടെ നിന്ന് വലിച്ചിഴച്ചു. യദുരാമൻ അപ്പോഴും കുതറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവനെ ഞാൻ കൊല്ലും, എന്നെ വിടാൻ! തറയിൽ ഒരു ശവം മാതിരി കിടക്കുകയായിരുന്നു പങ്കജാക്ഷൻ അപ്പോഴും. ഈ സമയം ഗോപിനാഥിന്റെ വീട്ടിൽ ഒരു അടിയന്തര ചർച്ചയിലായിരുന്നു വാവച്ചനും ഹരിലാലും. പങ്കജാക്ഷന് ജാമ്യം കിട്ടുമെന്ന് അവരും വിശ്വസിക്കുന്നുണ്ടായിരുന്നു. പാർട്ടിയുടെ ഉന്നതങ്ങളിൽ അതിനായി ശ്രമം നടക്കുന്നതായി 2 ദിവസങ്ങൾക്ക് മുമ്പേ അവർക്ക് വിവരം കിട്ടിയിരുന്നു. ജാമ്യം കിട്ടി ഇറങ്ങിയാൽ അയാൾ ഭാര്യ വീട്ടിലേ പോകൂ. ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വാവച്ചൻ ഹരിലാലിനെയും ഗോപിനാഥിനെയും നോക്കി. പോകുന്നത് എങ്ങോട്ടായാലും അയാളെ അവിടെ എത്താൻ സമ്മതിക്കില്ല ഞാൻ. എന്റെ അച്ഛന്റെ ചോരയ്ക്ക് പകരം ചോദിക്കാതെ ഞാൻ അടങ്ങില്ല. കലികൊണ്ട് ഗോപിനാഥിന്റെ ശബ്ദം വിറച്ചു. ഇത്രയും കാലം ഈ നാട്ടിൽ ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞാൽ ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും. അത് നിലനിൽക്കണം. നമ്മളോട് കളിച്ചാൽ അതാരായാലും ഫലം കഠിനമാണെന്ന് ഒന്നുകൂടി എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. ഹരിലാൽ തീർത്തു പറഞ്ഞു. പങ്കജാക്ഷനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിന് ആ രാത്രിയിൽ തന്നെ അവർ വ്യക്തമായ ഒരു പദ്ധതി തയ്യാറാക്കി. പിറ്റേന്ന് 11 മണിയോടെ ഗോപിനാഥും ഹരിലാലും വാവച്ചനും കോടതിയിലെത്തി. അല്പസമയത്തിനകം പങ്കജാക്ഷനെ കൊണ്ടുവരുമെന്ന് അവർക്കറിയാമായിരുന്നു. ഒട്ടും വൈകിയില്ല. നീളൻ വരാന്തയുടെ അങ്ങേയറ്റത്ത് പങ്കജാക്ഷനെ കണ്ടു. പോലീസുകാർക്കൊപ്പം മെല്ലെ നടന്നു വരുന്ന അയാൾ തീരെ അവശനാണെന്ന് അവർക്ക് തോന്നി. അവരെ കണ്ടതോടെ പങ്കജാക്ഷൻ തലകുനിച്ച് കളഞ്ഞു. പങ്കജാക്ഷന്റെ കേസ് വിളിച്ചു. പബ്ലിക് പ്രോസിക്യൂട്ടറുടെയും പങ്കജാക്ഷന്റെ വക്കീലായ ജെയിംസ് തോമസിന്റെയും ജാമ്യാപേക്ഷയിലുള്ള വാദം കോടതി കേട്ടു. പിന്നെ വിധി പറയാനായി ഒരുങ്ങി. എന്താവും വിധി? ജാമ്യം അനുവദിക്കുമോ ഇല്ലയോ? മറ്റു പലരെയും പോലെ വാവച്ചനും ഗോപിനാഥും ഹരിലാലും ജനാലയ്ക്കൽ കാത്തുനിന്നു. ഗോപിനാഥ് കീശയിൽ കിടന്നിരുന്ന ആസിഡ് ബൾബിൽ ഒന്ന് തൊട്ടു. അധ്യായം 30. ജസ്റ്റിസ് കണ്ണട നേരെ വെച്ചു. പിന്നെ പങ്കജാക്ഷന്റെ ജാമ്യാപേക്ഷയിന്മേലുള്ള വിധി പ്രഖ്യാപിച്ചു. കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്ന ആൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവനായതിനാലും ഈ കേസിലെ തന്നെ മറ്റൊരു പ്രതി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളയാളും ഇപ്പോഴും ഹോസ്പിറ്റലിൽ കഴിയുന്നവനുമായതിനാലും കേസ് അന്വേഷണം പ്രാരംഭ ദശയിൽ തന്നെ നിൽക്കുന്നതിനാലും പ്രതിക്ക് ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം കോടതി അംഗീകരിക്കുന്നു. ആയതിനാൽ 14 ദിവസത്തേക്ക് കൂടി പ്രതിയെ റിമാൻഡിൽ വയ്ക്കുവാനും ആവശ്യമെന്ന് കണ്ടാൽ പോലീസിനെ ചോദ്യം ചെയ്യുന്നതിനായി വിട്ടുകൊടുക്കുവാനും ഇതിനായി കോടതി ഉത്തരവിടുന്നു.
തലയ്ക്ക് ഒരു പ്രഹരമേറ്റതുപോലെ പങ്കജാക്ഷന്റെ കണ്ണുകളിൽ ഇരുട്ട് നിറഞ്ഞു. അതിനാൽ അവസാന വാചകങ്ങൾ അയാൾ കേട്ടില്ല. വിധി കേട്ടുനിന്ന വാവച്ചനും ഗോപിനാഥും ഹരിലാലും മുഖാമുഖം നോക്കി. കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. പിന്നെ ആളുകൾക്കിടയിലൂടെ മുങ്ങി. പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് പങ്കജാക്ഷന്റെ കയ്യിൽ പിടിച്ചു. വരണം മിസ്റ്റർ പങ്കജാക്ഷൻ. ഞെട്ടലോടെ അയാൾ അവരെ നോക്കി. കഴിഞ്ഞ നിമിഷം വരെ ജാമ്യം കിട്ടുമെന്ന് കരുതിയിരുന്നതാണ്. എന്നിട്ടൊടുവിൽ തലതിരിച്ച് കത്തുന്ന കണ്ണുകളാൽ അയാൾ അഡ്വക്കേറ്റ് ജെയിംസ് തോമസിനെ നോക്കി. ആ മനുഷ്യൻ തലകുനിച്ച് കളഞ്ഞു. കഴിഞ്ഞ ദിവസം ജയിലിൽ തന്നെ കാണാൻ വന്നപ്പോഴും എല്ലായിടത്തും പിടിമുറുക്കിയിട്ടുണ്ടെന്നും പുല്ലുപോലെ ജാമ്യം കിട്ടുമെന്നും അയാൾ പറഞ്ഞത് പങ്കജാക്ഷൻ ഓർത്തു. പിന്നെ എവിടെയാണ് തെറ്റുപറ്റിയത്? വിലങ്ങണിഞ്ഞ കൈകളുമായി തലകുനിച്ച് പല്ലുകൾ കടിച്ചമർത്തി അയാൾ മുന്നോട്ട് നടന്നു. കോടതി മുറ്റത്ത് സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർ തന്നെ പങ്കജാക്ഷനെ കൂകി വിളിച്ചു. റിപ്പോർട്ടർമാരുടെ ക്യാമറകൾ അതിദ്രുതം മിന്നി. പെട്ടെന്ന് കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ ഒരു ബൈക്ക് പാഞ്ഞു വന്നു. എല്ലാവരും തിരിഞ്ഞു നോക്കി. അതിന്റെ വേഗത കണ്ട് ആളുകൾ അകന്നു മാറി. 2 പേരുണ്ടായിരുന്നു ബൈക്കിൽ. മുഖത്തിന്റെ പകുതി ഭാഗം കറുത്ത തുണി കൊണ്ട് മറച്ചു കെട്ടിയിരുന്നു അവർ. ജീപ്പിലേക്ക് കയറുവാൻ ഭാവിക്കുകയായിരുന്ന പങ്കജാക്ഷന് അപകടം മണത്തു. ആ നിമിഷം തന്നെ ബൈക്കിന്റെ പിന്നിൽ ഇരുന്നവൻ ഒരു ബൾബ് വലിച്ചെറിഞ്ഞു. പങ്കജാക്ഷന് ഒഴിഞ്ഞു മാറുവാൻ നേരം കിട്ടിയില്ല. ആ അയാളുടെ അലർച്ച കോടതി പരിസരത്ത് മുഴങ്ങി. ആളുകൾ ഭീതിയോടെ ഓടിയകന്നു. പങ്കജാക്ഷന്റെ ഇടത് കവിളിലായിരുന്നു ബൾബ് വന്നിടിച്ചതും പൊട്ടിത്തെറിച്ചതും. അതിൽ നിന്ന് തെറിച്ചു വീണ ആസിഡ് ശരീരത്തിൽ ഒഴുകിപ്പടർന്ന് ചുട്ടുപൊള്ളിച്ചു. അയാൾ കരയിൽ വീണ മത്സ്യത്തെപ്പോലെ നിലത്ത് കിടന്ന് പിടഞ്ഞു. ഞൊടിയിടയ്ക്കുള്ളിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ആ ബൈക്ക് ഗേറ്റ് കടന്ന് മിന്നൽ പിണർ പോലെ പാഞ്ഞുപോയി. പെട്ടെന്ന് തന്നെ പോലീസ് അയാളെ എടുത്ത് ജീപ്പിലിട്ട് ആശുപത്രിയിലേക്ക് പാഞ്ഞു. കോടതി വളപ്പിലേക്ക് കൂടുതൽ പോലീസ് എത്തി. അവിടെയുണ്ടായിരുന്നവരെ മുഴുവൻ ചോദ്യം ചെയ്തു. പക്ഷേ ആ ബൈക്കിനെക്കുറിച്ചോ അതിൽ ഉണ്ടായിരുന്നവരെക്കുറിച്ചോ ആർക്കും ഒരു സൂചന പോലും നൽകുവാൻ കഴിഞ്ഞില്ല. ആ നേരത്ത് പട്ടണത്തിന്റെ തിരക്കിൽ നിന്നകന്ന് ഒരു ഊടുവഴിയിലൂടെ മുന്നോട്ടു പായുകയായിരുന്നു ബൈക്ക്. അതിൽ ഇരുന്ന വാവച്ചനും ഗോപിനാഥും മുഖംമൂടികൾ അഴിച്ച് കീശയിൽ തിരുകിയിരുന്നു. ബൈക്കിന്റെ നമ്പർ പ്ലേറ്റുകളിൽ കെട്ടിയിരുന്ന കറുത്ത തുണികളും അവർ മാറ്റി. ഒന്നും സംഭവിക്കാത്തതുപോലെ മൂളിപ്പാട്ടും പാടിയാണ് പിന്നീടവർ യാത്ര തുടർന്നത്. അടുത്ത കവലയിൽ ഹരിലാൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു. മൂവരും കൂടി വീട്ടിലേക്ക് മടങ്ങും വഴി മണപ്പള്ളിക്ക് കുറച്ചപ്പുറത്ത് വെച്ച് ഒരു സഞ്ചിയും തൂക്കിപ്പിടിച്ച് ഋഷി നടന്നു പോകുന്നത് കണ്ടു. പിന്നിലൂടെ ചെന്ന് ബൈക്ക് ഇടിച്ചങ്ങ് കയറ്റിയാലോ എന്നാണ് അവർ ആദ്യം ചിന്തിച്ചത്. പിന്നെയോർത്തു അത് വേണ്ട. അവനെ കടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ 3 പേരും തിരിഞ്ഞു നോക്കി. ഋഷിയും അവരെ ഒന്ന് നോക്കി. ഹരിലാലിന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരാശയം തെളിഞ്ഞു. ഇവന് ഒരു പണി കൊടുക്കാൻ നേരമായി. അവൻ കൂട്ടുകാരെ നോക്കി ചിരിച്ചു. ഋഷി വീട്ടിലെത്തുമ്പോൾ നിത്യമോൾ അടുപ്പത്ത് കലം വെച്ച് വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞിരുന്നു. അവൾക്കും ഒത്തിരി മാറ്റം വന്നിരിക്കുന്നു. താനും ഏട്ടനും മാത്രം അടങ്ങുന്ന ഒരു ലോകമാണ് ഇവിടമെന്നും തങ്ങൾ ഒന്നിച്ചു നീങ്ങണമെന്നും ആ കൊച്ചുമനസ്സ് പഠിച്ചിരിക്കുന്നു. അതുകൊണ്ട് അടുക്കള ജോലികളിലും മറ്റും അവളും അവനെ സഹായിക്കാറുണ്ടിപ്പോൾ. അരി കഴുകി അടുപ്പത്തിട്ടത് അവൻ തന്നെയാണ്. അപ്പോഴേക്കും നിത്യമോൾ പച്ചക്കറികളെടുത്ത് അരിയാൻ തുടങ്ങി. ഋഷിയുടെ മനസ്സിൽ പക്ഷേ വല്ലാത്തൊരു നടുക്കം തങ്ങി നിന്നിരുന്നു. ഇങ്ങനെ ഇനി എത്ര ദിവസം? ഒരാഴ്ചത്തേക്ക് സാധനം വാങ്ങാനുള്ള രൂപ കൂടിയേ കാണൂ. ദിവസങ്ങൾ പിന്നിട്ടു. ഒരു നാൾ രാവിലെ ഋഷിക്ക് കടുത്ത പനി. അപ്പോഴേക്കും വീട്ടു സാധനങ്ങൾ തീർന്നിരുന്നു. നമുക്ക് ആശുപത്രി പോകാം കൊച്ചേട്ടാ, നിത്യ അവന്റെ അടുത്തിരുന്ന് പറഞ്ഞു. വേണ്ട മോളെ, പനി മാറിക്കോളും. അങ്ങനെ മറുപടി നൽകുമ്പോഴും അവന്റെ മനസ്സിൽ ആകെ ഇനി 50 രൂപയെ ഉള്ളല്ലോ എന്ന ചിന്തയായിരുന്നു. 10 മണിയായി. നിത്യമോൾ പലചരക്ക് സാധനങ്ങൾ വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് കമഴ്ത്തി നോക്കുന്നത് കണ്ടു. അവൾക്ക് വിശക്കുന്നുണ്ടാവും. എങ്കിലും ഏട്ടനോട് പരാതിയൊന്നും പറഞ്ഞില്ല. അല്പം കഴിഞ്ഞ് ഋഷി അവളെ വിളിച്ചു. മോള് മണപ്പള്ളിയിൽ പോയി സാധനം വാങ്ങിച്ചോണ്ട് വരാമോ? വരാം. എന്തോ ഓർത്തുകൊണ്ട് അവൾ തലകുലുക്കി. ഏട്ടന് വയ്യാഞ്ഞിട്ടാ? മോൾക്ക് പേടിയൊന്നുമില്ലല്ലോ? ഇല്ല. അവൻ ആകെയുള്ള 50 രൂപ അവളുടെ കയ്യിൽ കൊടുത്തു. സഞ്ചിയും വെളിച്ചെണ്ണ വാങ്ങാനുള്ള കുപ്പിയുമായി നിത്യ പോയി. സമയം ഒന്ന് വേഗം കടന്നുപോയി. അവന്റെ ഉദ്യോഗത്തിന് തിരശീലയിട്ടുകൊണ്ട് നിത്യമോൾ മടങ്ങിയെത്തി. പക്ഷേ തലയിൽ ഒരിടിമിന്നൽ പുളഞ്ഞിറങ്ങിയതുപോലെ അവനെന്ന് ഞെട്ടി. നിത്യമോൾ കയ്യും വീശിയാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല കവിളുകളിലൂടെ
കണ്ണീർ ഒലിച്ചിറങ്ങുന്നു. എന്താ മോളെ? ശരീരത്താകമാനം വേദനയുണ്ടായിരുന്നെങ്കിലും അവൻ ചാടി എഴുന്നേറ്റു. കൊച്ചേട്ടാ, അവൾ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീണു. കരയാതെ, മോള് കാര്യം പറ. സങ്കടം കടിച്ചമർത്തി അവൻ അവളുടെ തലമുടിയിൽ തലോടി. ഞാൻ സാധനവും വാങ്ങി വരുമ്പം അവര് സഞ്ചി പിടിച്ചു മേടിച്ച് ദൂരെ എറിഞ്ഞു. എന്നെ ചീത്തയും വിളിച്ചു. എന്നിട്ട് പറയുക ഞാൻ പിഴയാന്ന്. നിത്യമോൾ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. ആര്? ആ ഹരിലാലും ഗോപിനാഥും വാവച്ചനും, നായിന്റെ മോന്മാർ. ഇന്ന് അവന്മാരെ ഞാൻ കൊല്ലും പറഞ്ഞിട്ട് അവൻ നിത്യയെ തന്നിൽ നിന്ന് അകറ്റി മാറ്റി. പക്ഷേ അവൾ പിന്നെയും അവനെ അള്ളിപ്പിടിച്ചു. വേണ്ട കൊച്ചേട്ടാ, പോകല്ലേ, മോൾക്ക് പേടിയാ. മോളിവിടെ ഇരുന്നാ മതി, ഏട്ടന് ഒന്നും സംഭവിക്കേല. പനി പിടിച്ച് അനങ്ങാൻ വയ്യാതിരുന്ന അവന്റെ ശരീരത്തിൽ കൊടുങ്കാറ്റിന്റെ ആവേശം അലതല്ലി. വേണ്ട, ഞാൻ വിടത്തില്ല. അവൻ ഇണങ്ങിയും പിണങ്ങിയും പറഞ്ഞു നോക്കി, രക്ഷയില്ല. അവസാനം തളർച്ചയോടെ അവൻ കട്ടിലിൽ ഇരുന്നു. അന്ന് ആ വീട്ടിൽ പട്ടിണിയായിരുന്നു. സന്ധ്യയായപ്പോൾ ഋഷിക്ക് പനി വീണ്ടും കൂടി. നിത്യമോൾ വിശന്ന് തളർന്നു കഴിഞ്ഞിരുന്നു. എന്തോ തീരുമാനിച്ചതുപോലെ നിത്യമോൾ പുറത്തിറങ്ങി. തെക്കേ വീട്ടിലെ തങ്കമണിയുടെ വിവാഹമാണ് നാളെ. ആളുകൾ വന്നും പോയും നിൽക്കുന്നു. പാചകപ്പുരയിൽ ദേഹണ്ടക്കാരുടെ തിരക്ക്. തൊട്ടടുത്ത വീടായിരുന്നിട്ടും ഋഷിയെയോ നിത്യയെയോ അവർ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നില്ല. കുറച്ചുനേരം അങ്ങനെ നോക്കി നിന്നിട്ട് നിത്യ അവിടേക്ക് ചെന്നു. അല്പനേരം പരിങ്ങി നിന്ന് കഴിഞ്ഞപ്പോൾ തങ്കമണി ഇറങ്ങി വരുന്നത് കണ്ടു. അവരുടെ അടുത്തേക്ക് നടന്നു. പെട്ടെന്ന് അവരുടെ മുഖമിരുണ്ടു. ഞങ്ങളെ കൂടി കൊലയ്ക്ക് കൊടുക്കാനാണോടി നിന്റെ തീരുമാനം? നാളെ ഇവിടൊരു നല്ല കാര്യം നടക്കാൻ പോകുക. അത് അലമ്പാക്കല്ലേ കൊച്ചേ. നിത്യ മുഖം കുനിച്ചു. ആട്ടെ, എന്തിനാ വന്നത്? പറഞ്ഞേച്ച് പോ. കൊച്ചേട്ടൻ പനിയാറ്റ് കിടക്കുക. ആശുപത്രി പോകാൻ പൈസയില്ല. ഇന്ന് ആഹാരം കഴിച്ചിട്ടുമില്ല. തങ്കമണി എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ ബൈക്കുകളുടെ ശബ്ദം കേട്ടു. അവരുടെ മുഖത്ത് ഭീതി ഒരു വലയം തീർത്തു. വേഗം പോ നിത്യേ, ഇനി ഒരു കാര്യവും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. തങ്കമണി പെട്ടെന്ന് പിൻവാങ്ങി. തിരികെ നടക്കുന്നതിനിടയിൽ നിത്യ കണ്ടു. തങ്കമണി ചേച്ചിയെ, കാര്യങ്ങൾ എന്തുവരെയായി എന്ന് ചോദിച്ചുകൊണ്ട് ബൈക്കുകളിൽ നിന്ന് ഇറങ്ങുന്ന വാവച്ചനെയും ഗോപിനാഥിനെയും ഹരിലാലിനെയും. കൊച്ചേട്ടൻ അവരെ കാണാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിത്യ വീട്ടിൽ ചെന്ന് കയറി. പനി കാരണം ഋഷി തുള്ളി വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. ഏട്ടൻ കാണാതെ നിത്യ കണ്ണീരൊഴുക്കി. ഇരുട്ട് വന്നു. തങ്കമണിയുടെ വീട്ടിൽ ലൈറ്റുകൾ തെളിഞ്ഞു. പാചകപ്പുരയിൽ അച്ചാറുകളുടെ ഗന്ധം. അവളുടെ നാവിൽ വെള്ളമൂറി. അത്താഴ സദ്യ നടക്കുകയാണ്. നിത്യ മുഖം തിരിച്ചു. മുറ്റത്ത് നിൽക്കുന്ന തുളസിച്ചെടിയിൽ അവളുടെ കണ്ണുടക്കി. പെട്ടെന്ന് അവൾ ഇറങ്ങി. അതിന്റെ കുറെ ഇലകൾ നുള്ളിയെടുത്തു. അടുക്കളയിൽ വന്ന് ഒരു പഴയ പാട്ട തുറന്ന് കുറെ ഉണങ്ങിയ കുരുമുളകും എടുത്തു. രണ്ടും പാത്രത്തിലിട്ട് വെള്ളമൊഴിച്ച് തിളപ്പിച്ചു. പിന്നെ ആ വെള്ളം ആറിച്ച് 2 ഗ്ലാസുകളിലായി പകർന്ന് ഒന്ന് ഋഷിക്ക് കൊണ്ടുകൊടുത്തു. ഇത് കുടിക്ക് കൊച്ചേട്ടാ, പനി മാറും. അവൻ ഒറ്റവലിക്ക് അത് അകത്താക്കി. ബാക്കി നിത്യയും കുടിച്ചു. വെറും വയറ്റിൽ അതെങ്കിലും ചെന്നപ്പോൾ തെല്ല് ആശ്വാസം. ഋഷി കിടക്കയിലേക്ക് ചാഞ്ഞു. വല്ലാതെ വിയർക്കാൻ തുടങ്ങി അവൻ. അവന്റെ അരികിൽ തറയിൽ ഒരു പായ് വിരിച്ച് നിത്യയും കിടന്നു. അപ്പോഴും തങ്കമണിയുടെ വീട്ടിൽ നിന്ന് ത്രിമൂർത്തികളുടെ ഉറക്കെയുള്ള സംസാരം കേൾക്കാമായിരുന്നു. എപ്പോഴോ നിത്യയും ഉറങ്ങി. നേരം പുലർന്നു. ഋഷി എണീറ്റ് തറയിൽ കിടന്നുറങ്ങുന്ന അനിയത്തിയെ നോക്കി. എന്തോ സ്വപ്നം കാണുന്നത് പോലെ അവളുടെ മുഖത്ത് പല ഭാവങ്ങളും മിന്നി മറയുന്നുണ്ടായിരുന്നു. ഋഷി കൈകൾ നീട്ടിക്കുടഞ്ഞു. അവന് അത്ഭുതം തോന്നി. പനി മാറിയിരിക്കുന്നു. ഇന്നലെ നിത്യമോൾ തന്ന മരുന്ന് ഏറ്റിരിക്കുന്നു. അവൻ അവളെ വിളിച്ചുണർത്തി. ഏട്ടന്റെ പനി മാറി മോളെ. അത്ഭുതവും സന്തോഷവും അവളുടെ കണ്ണുകളിൽ മാറി മാറി പ്രതിഫലിച്ചു. ഋഷി മുറ്റത്തേക്കിറങ്ങി. തങ്കമണിയുടെ വീട്ടിൽ ആളുകൾ കൂടി തുടങ്ങിയിരിക്കുന്നു. 10 മണിയോടെ വലനും കൂട്ടരും എത്തുന്നത് കണ്ടു. അവൻ അത് ശ്രദ്ധിച്ചില്ല. മുറ്റത്തു നിന്നിരുന്ന തെങ്ങിൽ കയറി 2 കരിക്കിട്ടു. അത് വെട്ടി അവനും നിത്യമോളും കഴിച്ചു. അപ്പോൾ തെല്ല് ആശ്വാസം തോന്നി. ഇന്നലത്തെ രൂപയുടെ ബാക്കി വല്ലതും ഉണ്ടായിരുന്നോ മോളെ? അവൻ ചോദിച്ചപ്പോൾ നിത്യ അകത്തേക്ക് പോയി. കയ്യിൽ മുറുകെ പിടിച്ച് ചുരുട്ടിയ നിലയിൽ 5 രൂപ കൊണ്ടുവന്നു. 45 രൂപയുടെ സാധനങ്ങളാണ് ഇന്നലെ അവന്മാർ നശിപ്പിച്ചത്. മോള് വീട്ടിൽ കയറി കഥകടച്ചിരുന്നോ? ഏട്ടൻ മണപ്പള്ളിയിലൊന്ന് പോയേച്ച് വരാം. ആരോടും വഴക്കിടല്ലേ? ഇല്ല, അവൻ ചിരിച്ചു. ഋഷി മണപ്പള്ളിയിലെത്തി.
സ്ഥിരമായി സാധനം വാങ്ങാറുള്ള പലചരക്ക് കടയിലേക്ക് ചെന്നു. തങ്കപ്പൻ പിള്ളച്ചേട്ട, കുറച്ച് സാധനങ്ങൾ വേണം. രൂപ 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. സാധനമില്ല, അയാൾ അറിയിച്ചു. അതെന്താ, കടമായത് കൊണ്ടാണോ? പറ്റെല്ലാം ഞാൻ കഴിഞ്ഞാഴ്ച തീർത്തതാണല്ലോ. അതല്ല, ഇവിടെ സാധനമില്ല. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെയോ? അതൊന്നും തരാൻ പറ്റത്തില്ല. തങ്കപ്പൻ പിള്ളയുടെ ഭാവം മാറി. ഉടക്കാതെ പോടാ ചെറുക്ക. ഇനി രൂപ കൊണ്ട് വന്നാലും ഈ മണപ്പള്ളിയിന്ന് നിനക്ക് ഒരു സോഡ പോലും കിട്ടത്തില്ല. ഋഷിയുടെ കണ്ണുകൾ കുറുകി. കാരണം അതങ്ങനാ. അടുത്ത കടക്കാരൊക്കെ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഋഷിയെ, വാസു ബാർബർ ഷോപ്പിന്റെ വാതിൽക്കൽ വന്ന് വിളിച്ചു. മോൻ പെട്ടെന്ന് സ്ഥലം കാലിയാക്കിയാട്ടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ തല പോലും കാണത്തില്ല. ഋഷിക്ക് കാര്യം മനസ്സിലായി. ഈ കടക്കാരെയൊക്കെ ആരോ വിലക്കിയിരിക്കുന്നു. അതാരാണെന്നും അവന് മനസ്സിലായി. തങ്കപ്പൻ പിള്ളച്ചേട്ടാ, എങ്കിൽ ഇതുകൂടി കേട്ടോ. ഇന്ന് സന്ധ്യയ്ക്ക് ഞാൻ രൂപയുമായി വരും. ഈ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും. ആരോടൊക്കെയാ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. കൈലി മടക്കിക്കുത്തി ഒരു മുതിർന്ന മനുഷ്യന്റെ ഭാവത്തിൽ ഋഷി വെട്ടിത്തിരിഞ്ഞു. അതിനിടെ വാസുവിനോട് പറയുകയും ചെയ്തു. വാസുവണ്ണ, ഇവിടെ തന്നെ കാണണേ. വൈകിട്ട് പൂരമാ, പൊടി പൂരം. അവൻ നടന്നകലുന്നത് നോക്കി സകലരും സ്തബ്ധരായി നിന്നു. ബാക്കി ഭാഗം നാളെ.